പുതുമുഖ സംവിധായകനായ ശ്രീ ബിൻഡോ സ്റ്റീഫൻ ആണ്. അദ്ദേഹത്തെ പുതുമുഖ സംവിധായകൻ എന്ന് പറയാമെങ്കിലും ഒരുപാട് വർഷങ്ങളുടെ ഒരു പ്രവർത്തന പരിചയമാണ് അദ്ദേഹത്തിന് സിനിമാ മേഖലയിലുള്ളത്. ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ നിറഞ്ഞ കൈയടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് ചിത്രത്തിന്റെ സംവിധായകനായ ബിൻഡോ സ്റ്റീഫനെ സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. കൺഗ്രാറ്റുലേഷൻസ്. കന്നി ചിത്രം തന്നെ ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കുടുംബ പ്രേക്ഷകരുടെ പ്രിയ ചിത്രമായിട്ട് മാറിയിരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കേണ്ടത് ഇതിന്. എന്താണ് നിമിഷത്തിൽ പറയാനുള്ളത്? ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷം. ഒരു സംവിധായകനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യുന്ന സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക, ജനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതിപ്പോൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ മലബാർ തിയേറ്റർ വിസിറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൗണ്ടൊന്നും ഇല്ലായിരുന്നു, കാരണം ആളുകൾ അത്രയും സന്തോഷമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ദിലീപേട്ടനൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, അത്രയധികം സന്തോഷമാണ് ജനങ്ങളിലുള്ളത്. അപ്പോൾ ഈ നിമിഷം ഇവിടെ പറയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഞാനും ഷാരിസും കൂടിയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. നിശ്ചിൻ ബോയ് എന്ന പ്രൊഡ്യൂസർ ഞങ്ങളുടെ കൂടെ വന്നതോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് ധൈര്യം തന്ന ആളാണ് ഡിസ്റ്റിൻ സ്റ്റീഫൻ എന്ന പ്രൊഡ്യൂസർ. ഇവിടെ ദിലീപ് എന്ന് പറയുന്ന ആക്ടർ ഞങ്ങൾക്ക് ഡേറ്റ് തന്നെടുത്താണ് ഈ സിനിമയുടെ വിജയം. ഈ നിൽക്കുന്ന സന്തോഷം, ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം, ജനപ്രിയൻ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന ദിലീപേട്ടൻ തന്ന ഡേറ്റിൽ ദിലീപേട്ടൻ നമ്മളോട് നിന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയാണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന പേര് പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുമെന്ന് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. നമ്മൾ പോകുന്ന തിയേറ്ററുകളിലും എല്ലാം റെസ്പോണ്ട് അത് തന്നെയാണ്. എല്ലാവരും ഫാമിലിയോട് വന്ന് സിനിമ കണ്ട് ചിരിക്കുകയും കൈയടിക്കുകയും കഥാപാത്രത്തോടൊപ്പം പോവുകയും ചെയ്യുന്നത് നേരിട്ട് കാണുമ്പോൾ വളരെയധികം സന്തോഷം. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഒരുപാട് ഈ ചിത്രം പോലെ തന്നെ ഇനി ഒരുപാട് മികച്ച ചിത്രങ്ങൾ താങ്കൾക്ക് ഒരുക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയ ശ്രീ ഷാരിസ് മുഹമ്മദിനെയാണ്. അപ്പം ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ ചിത്രങ്ങൾക്കൊക്കെ തിരക്കഥ ഒരുക്കിയ അദ്ദേഹമാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഷാരിസ് മുഹമ്മദിനെ നല്ലൊരു വീഡിയോട്ടുണ്ട് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. നമസ്കാരം. ബിൻഡോ പറഞ്ഞ പോലെ ഞങ്ങള് നന്ദി പറയാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വി ആർ ഡീപ്ലി ഹംബിൾഡ്. വി ആർ സിൻസിയർലി ഹംബിൾഡ് ബൈ ദ റിസൾട്ട്. ഞങ്ങൾ വളരെ ചെറുതാവുന്നൊരു വേദിയാണത്. വളരെ ചെറുതാവുന്ന സിനിമ എന്നൊരു മാജിക്കിന് മുന്നിൽ ഒരു വെള്ളിയാഴ്ച ഈ ടീം വളരെ ഹംബിൾഡ് ആവുന്ന ഒരു നിമിഷമാണത്. ഒരുപാട് സന്തോഷം. അധികമൊന്നും പറയാനില്ല. ഞങ്ങളിതിൻ്റെ ലോഞ്ചിന് പറഞ്ഞിരുന്നു മെയ് 9 സിനിമ സംസാരിക്കുമെന്ന്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രേക്ഷകർ തരുന്നൊരു അതിവൈകാരികതയാണ്. ആ അതിവൈകാരികത നമുക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തട്ടുന്നു. അധികമൊന്നും പറയാനില്ല. 2011 വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന യുവരാജും ഹർഭജനും ഒക്കെ പറഞ്ഞു ഈ വിജയം സച്ചിന് വേണ്ടിയിട്ടാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഈ സക്സസ് വേദിയിൽ നിന്നും ഞങ്ങൾ ആസ് എ ടീം ഞങ്ങൾ പറയുന്നു ഈ വിജയം ദിലീപേട്ടന് വേണ്ടിയിട്ടാണ്. എൻ്റെ തലമുറയുടെ ബാല്യവും കൗമാരവും യൗവനവും മനോഹരമാക്കിയ ഒരു നടന്, ഒരു അതുല്യ നടന്, ആ തലമുറയിൽപ്പെട്ട ഏറ്റവും എളിയവനായ ഒരു ആരാധകൻ ദിലീപേട്ടൻ്റെ കാൽക്കൽ വെക്കുന്നതാണ് ഈ സിനിമ. എനിക്ക് സ്ക്രീനിൽ മാത്രമേ എനിക്ക് എഴുതാൻ അറിയുള്ളൂ. ഇത് പറയുന്നൊന്നും സെൻസേർഡ് അല്ല, എവിടുന്നോ വരുന്നതാണ്. ഇതിൻ്റെ പൂജയ്ക്ക് പറഞ്ഞവർ തന്നെ ഞാൻ പറഞ്ഞു നിർത്തുന്നു. Big fan of ദിലീപേട്ടൻ. This will be my fan movie. This is my fan movie. Thank you all. Listener, thank you. 2 പേരുകൾ, മഞ്ജു ചേച്ചി, ജോണസ് ചേട്ടൻ, സിദ്ദീഖ, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ബിന്ദു ചേച്ചി, പിന്നെ വളരെ സന്തോഷത്തോടെ ലിസ്റ്റിൻ ചേട്ടൻ മലയാള സിനിമയിൽ അവതരിപ്പിക്കുന്ന 3 പേരുണ്ട്. ബിൻഡോ സ്റ്റീഫൻ, നായിക സനൽ ദേവ്, മ്യൂസിക് ഡയറക്ടർ. സോ വലിയൊരു താങ്ക്സ് ലിസ്റ്റിൻ ചേട്ടൻ, ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.
വളരെയധികം സന്തോഷം. കൈ പോക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പണി കിട്ടി. അതായത് ആങ്കർ പറഞ്ഞ പോലെ മാജിക് ഫ്രണ്ട്സിൻ്റെ 30ാമത്തെ സിനിമ. ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിൻ്റെ മാത്രമല്ല, ആ ടീമിൻ്റെ മൊത്തം സന്തോഷമാണ്. ഒരു പുതിയ ഡയറക്ടർ, അതോടൊപ്പം ഒരു പുതിയ സംഗീത സംവിധായകൻ, ആക്ട്രസ്, ഒരുപാട് പേരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, അതായത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോട്ടെ ഞാൻ പറയാൻ, എന്നെ സംബന്ധിച്ച് ഒരു ആക്ടറിന് ഒരു വലിയ വിജയം കൊടുക്കുമ്പോൾ നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, നെക്സ്റ്റ് നമുക്ക് ആ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ഈസി ആക്സസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ. ദിലീപേട്ടനെ വെച്ചിട്ട് ഒരു ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ആ ബാനറിന് അല്ലെങ്കിൽ ആ നിർമ്മാതാവിന്, അതിൻ്റെ ഡയറക്ടർക്ക്, റൈറ്റർക്കൊക്കെ ഒരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾ കടന്നിങ്ങനെ ഭയങ്കര കഷ്ടപ്പെടുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില റിവ്യൂസും പരിപാടികളെല്ലാം പടത്തിന് വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ചെയ്യുന്നു. അതിനെയെല്ലാം ബീറ്റ് ചെയ്തുകൊണ്ടിട്ട് ജനങ്ങൾ തരുന്ന ഒരു സന്തോഷം. ഞങ്ങൾ ഈ തിയേറ്ററുകളെല്ലാം ചെല്ലുമ്പോൾ എല്ലാ ഹൗസ്ഫുൾ, എല്ലാവരും ചിരിക്കുകയാണ്. പുറത്ത് വരുന്ന ഒരു റിവ്യൂസോ അല്ലെങ്കിൽ ചിലർ പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യുന്നു. ഞാൻ എത്രയോ സിനിമകൾ ചെയ്തേക്കുന്നു, എത്രയോ ഹിറ്റുകൾ കണ്ടേക്കുന്നു, എത്രയോ ഫ്ലോപ്പുകൾ കണ്ടേക്കുന്നു. അപ്പം ഫ്ലോപ്പും ഹിറ്റും എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ ജീവിതത്തിൽ, അല്ലെ ഒരു സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ ഘടകമാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും എത്രയോ സിനിമകൾ അഭിനയിക്കുന്നു. ഇറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ഹിറ്റും ഫ്ലോപ്പും എന്ന് പറയുന്ന കാര്യത്തിൽ. ഈ സിനിമ എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുകയാണ്. ഇപ്പം എല്ലാ തരം സിനിമകളും ജനങ്ങൾ ഇപ്പം ഏറ്റെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഏത് സിനിമയാണെങ്കിലും 100 കോടി ജനങ്ങളാണ് ഉള്ളതെങ്കിൽ 100 കോടി ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാലും, അതായത് ഒരു വോട്ടിന് ജയിച്ചാലും 10 വോട്ടിന് ജയിച്ചു കഴിഞ്ഞാലും ജയം തന്നെയാണ്. അത് ഇലക്ഷന്റെ കേസിലായിക്കോട്ടെ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് സിനിമ ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു നല്ല സിനിമ എടുത്തു, നന്നായിട്ട് ഒരു നല്ല റിസൾട്ട് കിട്ടും, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് ആ സിനിമ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം. അത് അതിന്റെ നിർമ്മാതാവായിക്കോട്ടെ. ഇതൊരു ഫാമിലി സിനിമയാണെങ്കിൽ ഇത് ഫാമിലി ഓഡിയൻസിനെ വന്നിട്ട് ടാർഗറ്റ് ചെയ്യിക്കുക. ഇത് നമ്മളൊരു യൂത്ത് പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എത്രയോ യൂത്ത് സിനിമകൾ ഇറങ്ങുന്നു, അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തായിരിക്കും ആ സിനിമ ഇറക്കുന്നത്. അപ്പം ഈ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഇതൊരു കുടുംബ സിനിമയാണ്. കുടുംബത്തിലുള്ള ഒരു 3 അംഗ പിള്ളേരുള്ള ഒരു ഫാമിലിയുള്ള ഒരു അപ്പനമ്മ, അങ്ങനെ ഒരു ചെറു കുടുംബത്തിലുള്ള അവരുടെ കഥ പറയുന്ന സിനിമയാണ്. അപ്പം ഒരു നല്ലതായിട്ട് കുടുംബത്തെ സ്നേഹിക്കുകയും ചെറിയ കഷ്ടപ്പാടുകളും ചെറിയ സഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പാരവെപ്പും ഒക്കെ ഉള്ള ഫാമിലികളെ സംബന്ധിച്ച് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആവും. അല്ലാത്തവരെ സംബന്ധിച്ച്, ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്കും അറിയത്തില്ല. ഇത് ഉള്ളവരെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റിവ്യൂസ് ഒക്കെ ഞാനും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് തന്നെ കോക്ക് എന്ന് പറയുന്ന ഒരാളുടെ റിവ്യൂ ഇവൻ കണ്ടു. അതായത് നെഗറ്റീവായിട്ട് ഇട്ടു. അത് കഴിഞ്ഞപ്പം എനിക്ക് നമ്മുടെയൊക്കെ പടത്തിന് എത്രയോ പടങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം? അപ്പം അവൻ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നുഭായി എന്നോട് പറഞ്ഞതാണ്, എൻ്റെ പൊന്നുഭായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ചിരിക്കുന്നുണ്ട്, എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോ എന്താണ് പ്രശ്നം? അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂകൾ കുറച്ച് പ്രാവശ്യം കണ്ടു. ഇത് എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഞാൻ അവിടെ നാട്ടിൽ പാതിരാത്രിക്ക് ചെല്ലാറുള്ളൂ, ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്കവിടെ ഉള്ള നാട്ടുകാരായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളൊരു സൊസൈറ്റിക്കുള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല. പക്ഷെ പുള്ളി ഇപ്പം ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പം നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് തന്നെയല്ലല്ലോ ശരി. ഇപ്പൊ ജനങ്ങളെല്ലാരും എന്നെ ഇപ്പം തിരിച്ചു തെറി പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെ എന്താന്ന് വെച്ചാൽ എന്റെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും, ചിലപ്പോ അപ്പൊ പുള്ളി തന്നെ പറയാണ് എന്റെ തന്നെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും, കണക്ട് ആവാതെ ഇരിക്കും എന്നുള്ളത്. അപ്പോ
ഇത്രയേ ഉള്ളൂ. ഈ അശ്വന്തുവോക്ക് തന്നെ എന്നോട് പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. അത് മൊബൈലിൽ തന്നെ പുള്ളി അതായത് മെസ്സേജ് ആയിട്ട് തന്നെ അയച്ചു. കാരണം പുള്ളിക്ക് പറയുമ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് പറഞ്ഞു വന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ ഞങ്ങളുടെ തന്നെ സിനിമയിൽ ദിലീപേട്ടന്റെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രമാണ്, അത് പൊതു സമൂഹത്തിന്റെ അല്ല. അപ്പം ആ രീതിയിൽ നമുക്ക് പറയുന്ന ഏത് കമന്റുകളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ എടുത്തു വെക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മുഴുവൻ പേരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിട്ട് നമുക്കൊരു സിനിമ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഞാൻ തന്നെ എല്ലാ വ്യക്തികളെയും എൻ്റെ കൂടെയുള്ള എല്ലാവരെയും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കുറച്ച് പേർക്ക് കുറച്ച് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ സമൂഹമായതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെ പോകാനായിട്ട് ഇവൻ പറ്റുള്ളൂ. ഈ സിനിമ തിയേറ്ററുകാരുടെ തുറന്നു പറച്ചിലില് ഞങ്ങൾക്ക് ദിലീപിനെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങോട്ട് ഓടിപ്പോയത് കൊണ്ടിട്ടല്ല, ഒരിപ്പം മമ്മൂക്കയ്ക്ക് ന്യൂഡൽഹി കിട്ടിയതുപോലെ, രജനീകാന്തിന് ജയിലർ കിട്ടിയതുപോലെ, അല്ലെങ്കിൽ ഏത് സിനിമയും ഓരോരുത്തർക്കും ഓരോ സിനിമകളുണ്ട്. അപ്പൊ ഒരു കണ്ടിന്യൂസ് ഫ്ലോപ്പ് ഇപ്പം കൊടുക്കുന്ന ഒരു 4-5 സിനിമകൾ അടുപ്പിച്ച് ഫ്ലോപ്പ് കൊടുക്കുന്ന ഹീറോസ് നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഏത് ഇൻഡസ്ട്രിയിലും നിനക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇടയിലേക്ക് ഞങ്ങളുടെ എല്ലാം ഒരു വലിയ പ്രയത്നം ഈ സിനിമയുടെ പിന്നിലുണ്ട്. അപ്പോൾ സിനിമ വിജയിക്കുക, ആളുകൾ അത് എന്റർടൈൻ ചെയ്യുക, ചിരിക്കുക എന്നൊക്കെ പറയുന്നത്, ചിരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും ടഫുള്ള ഒരു കാര്യമാണ്. ഏതായാലും ആ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു പുതിയ നായിക അതിന്റെ ബെസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ സോങ്സ് ആയിക്കോട്ടെ, റീ റെക്കോർഡിങ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. പിന്നെ ഞങ്ങൾ ഈ സിനിമ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എത്തിക്കുമ്പോൾ കുറെ അധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ ഇപ്പം ഇത്രയും സിനിമകൾ ചെയ്തിട്ട് എടുക്കേണ്ടാത്ത കഷ്ടപ്പാട് ഈ സിനിമയ്ക്ക് എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഈ സിനിമ ഞങ്ങൾക്ക് അത്രയും മനോഹരമായിട്ടാണ് ഇതിന്റെ റിസൾട്ട് തരുന്നത്. ഞാൻ എല്ലാവരോടും ഈ സിനിമയെ സ്നേഹിച്ച, ഈ സിനിമയെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട, കമന്റ് ഇട്ട, ഇൻസ്റ്റഗ്രാമിൽ ഇട്ട എല്ലാവരോടും എൻ്റെ പേരിലും ഞങ്ങളുടെ ടീമിന്റെ പേരിലുള്ള നന്ദി ഇപ്പം പറയുന്നു. അതുപോലെ തന്നെ ഈ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പൈസയൊക്കെ കടമൊക്കെ എടുത്തിട്ടൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് അവർക്കത് തിരിച്ചു കിട്ടുന്നതിൻ്റെ ഉള്ള സന്തോഷമുണ്ട്. സോ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ രാരവേണു മിസ്റ്റർ ബട്ട്ലറിൽ അല്ലെ. എന്തായാലും ദിലീപേട്ടനും മഞ്ജു ചേച്ചിയുടെ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് ചിത്രത്തില്. അപ്പൊ ചേച്ചി കഥാപാത്രത്തെ കുറിച്ച്, സിനിമയെ കുറിച്ച്. എല്ലാവർക്കും നമസ്കാരം. മീഡിയ സുഹൃത്തുക്കൾക്കും കൂടി ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു നന്ദി അല്ലെങ്കിൽ സന്തോഷം പറയുന്നു. ഇത്രയും വലിയൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക് യു. ബിൻഡോ, ഷാരീസ്, ലിസ്റ്റിൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ദിലീപേട്ടനുമായിട്ട് ഞാൻ ജീവിതത്തിൽ അവസാനം ചെയ്ത സിനിമ മിസ്റ്റർ ബട്ട്ലറാണ്. ഞാൻ ഇന്ന് കുറച്ച് മുമ്പാണ് അതിലൊരു 100 സിനിമകൾ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു ദിലീപേട്ടൻ്റെ കൂടെ ചെയ്യാൻ, അടുത്ത പടം ചെയ്യാൻ. ദിലീപേട്ടൻ്റെ 50ാമത്തെ സിനിമയായിരുന്നു മിസ്റ്റർ ബട്ട്ലർ. ഇത് 150ാമത്തെ സിനിമയാണ്. അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിപ്പോയി. ദിലീപേട്ടനും ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് ഡയറക്ഷനൊക്കെ പഠിച്ച് നിൽക്കുന്ന സമയം മുതൽ എനിക്ക് ദിലീപേട്ടനുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. മഴയത്ത് മുമ്പേ കമൽ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ദിലീപേട്ടൻ. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ സിനിമ നടനായിട്ട് മാനത്തെ കൊട്ടാരത്തിലേക്ക് കടന്നു. അതിൻ്റെ റിലീസിൻ്റെ തലേ ദിവസം കമൽ സാറിനോട് പറയാമെന്ന് അന്ന് എൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിരുന്നു ദിലീപേട്ടൻ അന്ന്. അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഡയറക്ഷൻ ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് എനിക്കാണ് ദിലീപേട്ടൻ ക്യാമറയുടെ സൈഡിൽ ലുക്ക് തന്നത്. നമ്മളെല്ലാവരും ലുക്ക് തരുമല്ലോ സൈഡിൽ, അങ്ങനെ തന്നത്. അതൊക്കെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ജോണി ചേട്ടാ പാവം പോലെ ഇരിക്കുക, ഇവിടെ കയറി എന്തോ വലിയ ബോബ് പൊട്ടിക്കാനുള്ള സിദ്ധിക്കുക. താങ്ക് യു സോ മച്ച്. ആൻഡ് പുതിയ 2 നായികമാരെ നമ്മുടെ സിനിമ ലോകത്തിന് കിട്ടിയിരിക്കുന്നു. ഒട്ടും മോശമല്ല, 2 പേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ റാണി 1-2 സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല അന്ന് ഇത്രയും നല്ല പെർഫോമറാണെന്ന്. സിനിമയിൽ വന്നപ്പോൾ എന്താ മാറ്റം എന്നറിയോ.
സൂപ്പറായിരുന്നു, നന്നായിരുന്നു. അതുപോലെ തന്നെ രാഗേന്ദു കിരണങ്ങളൊരു ഭീഷണിയില്ല, നന്നായിരുന്നു. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അതാണ്. ഓക്കെ, ജോസൂട്ടി, എല്ലാവരും ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസിനും, പ്രൊഡക്ഷനിലുണ്ടായിരുന്ന നമുക്ക് ചായ തന്ന ചായ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മേക്കപ്പ് ക്രൂ, മൊത്തം ക്രൂ, എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുന്നു. ഞാൻ പെട്ടെന്ന് ചാടിക്കയറി ഇവിടെ ഈ മൈക്ക് വാങ്ങിയത് ഞാനൊരു ഷൂട്ടിൻ്റെ ഇടയിൽ നിന്നാണ് വന്നത്. സോ അവരെല്ലാവരും എനിക്കവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ദിലീപേട്ട ഞാൻ അതിക്രമിച്ച് കയറിയത്. എല്ലായിടത്തും സോറി പറഞ്ഞുകൊണ്ടും സന്തോഷം പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ലിസ്റ്റിൻ, താങ്ക് യു. അഹങ്കാരവും കൂടിയായ ജനപ്രിയ നായകൻ ദിലീപിനെ നല്ലൊരു കൈഡിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ക്ഷണിക്കാം. നല്ലൊരു കഴിവ് എടുക്കാം. ദിലീപേട്ട ആയി തന്നെ. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷത്തോടുകൂടിയാണ് വേദിയിൽ നിൽക്കുന്നത്. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി പറയുന്നു. വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ സിനിമകൾ കണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ, ഇപ്പം അവരെനിക്ക് സുഹൃത്തുക്കളാണ്, അന്ന് എനിക്ക് അവരെ അറിയില്ലായിരുന്നു. അവരെൻ്റെ അടുത്തൊന്ന് കഥ പറയുമ്പോൾ ഇതിൻ്റെ സംവിധായകൻ ബിൻഡോ സ്റ്റീഫനോടൊന്ന് നിങ്ങളോട് സംസാരിച്ചു. ഷാരീസിൻ്റെ ജനഗണമന എന്ന സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ, നല്ല സിനിമയാണ്. ഇവരൊന്ന് കഥ പറയണു, ഒരു കഥ കേൾക്കുമെന്ന് ലിസ്റ്റും വിളിച്ച് പറയുന്നു. കഥ പറയാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സംവിധായകൻ്റെ കഥയാണിത്. അദ്ദേഹം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെല്ലാം കല്യാണം കഴിച്ചിട്ടുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളാവുന്നുണ്ട്. ഈ പുള്ളിയുടെ ഒരു കഥയാണ്, ഞങ്ങൾ അതിൽ നിന്നാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംവിധായകൻ കല്യാണം കഴിച്ചു. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ആരോടും പറയത്തിട്ട് എൻ്റെ കഥയാണ്. പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പോൾ അതുപോലെ ഷാരീസ് ഇവിടെ നിന്ന് സംസാരിച്ച ഷാരീസ് സിനിമയിലൂടെ നമ്മളെല്ലാവരെയും ഒന്ന് കണ്ണു നനയിപ്പിച്ച ആളാണ്. ഷാരീസിന്റെ വാക്കുകൾ ശരിക്കും മനസ്സറിഞ്ഞിട്ട് വരുന്നതെന്ന് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ഷാരീസിനോട് പറയാനൊന്നുമില്ല, ലവ് യു ബ്രദർ, അതേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ പെരുമാറ്റം കൊണ്ട്, അവരുടെ വാക്കുകളിൽ നിന്നാണ് ചിലപ്പോൾ ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല. ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി. എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചതെന്ന്. കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ്. ആ സിനിമയ്ക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല. ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത്, ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടുന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയൊരു സിനിമയാണത്. അതുപോലെ തന്നെ ഈ 150ാമത്തെ സിനിമ, ഇപ്പം ഇവിടെ പറയണ്ടേ, എൻ്റെ 100ാമത്തെ സിനിമ കാര്യസ്ഥനായിരുന്നു. ആ സിനിമയിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ദിഖാണ്. എൻ്റെ 150ാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ദിഖ് തന്നെയായിട്ട് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഞാനിടയ്ക്ക് പല സിനിമകളും ഞങ്ങളങ്ങനെ അച്ഛൻ മകൻ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കയ്യിൽ നിന്ന് പോയി ഒരു രീതി നടക്കുന്ന ബാലം വക്കീലിലെ എൻ്റെ അച്ഛൻ.
അപ്പം ഞാനിടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞാൽ വിളിക്കണേ. കാരണം അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവാന്ന് പറയില്ലേ. അതുപോലെ ലിസ്റ്റിൻ്റെ കൂടെ ഞങ്ങൾ അവരുടെയൊക്കെ വെച്ച് കണ്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ. ലിസ്റ്റിൻ്റെ കൂടെ പടം ചെയ്തിട്ടൊന്നുമില്ല. മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളെ വെച്ച് നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മാജിക് ഫ്രെയിംസ്. അപ്പോൾ ലിസ്റ്റിന് അങ്ങനെ ഒരു കഥ, ലിസ്റ്റിൻ്റെ ഒറ്റ ആഗ്രഹമാണ്, ചേട്ടാ ഈ പടം അടിക്കണം, ഈ പടം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന. കാരണം ഞാനൊരു നിർമ്മാതാവാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഹീറോസും ഒക്കെ ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം ഷാരിസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോൾ, ഈ സിനിമ റിലീസാവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം തന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ്. കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ പബ്ലിസിറ്റി ഏറ്റവും വലുതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത്രയും വേഗത്തിലാണത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. അതിന് സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ. കാരണം ഈ സിനിമയുടെ ഒരു വലിയ പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഒരു കൊച്ചു വേടിയിൽ നിന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മൊത്തം കഥ പുറത്തേക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ എല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനിച്ചു, നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയയുമായി നമുക്ക് തുറന്ന് സംസാരിക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സിനിമ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈഫിൽ സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പ്രൈവസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പ്രൈവസിയും ഇല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമുക്ക് പറയാനുള്ള, ഇപ്പം നിങ്ങളെല്ലാവരെയും ഇവിടെ ക്ഷണിച്ചത് നന്ദി പറയാൻ നിങ്ങളോടും, നിങ്ങളിത് എത്തിക്കുന്ന ആൾക്കാരോടും, അത് കാണുന്നവരോടും, കണ്ടുകൊണ്ട് നിൽക്കുന്നവരോടും നന്ദി പറയാനാണ് ഇങ്ങനെ ഒരു വേദി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഒരുക്കിയിരിക്കുന്നത്. നേരിട്ട് സംസാരിക്കാൻ, ലോകത്തിനോട് സംസാരിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ. അതുപോലെ തന്നെ ഈ സിനിമയുടെ ക്യാമറമാനാണ് രണദേവ. അദ്ദേഹം ഇവിടെ ഇതുവരെ വന്നിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഗംഭീര വർക്കുകളൊന്നാണ്. അതുപോലെ എൻ്റെ സംഗീത സംവിധായകൻ സനൽ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ച നായിക, ഞാൻ ഈ കഥ കേട്ടപ്പോൾ ഇവരോട് ആദ്യം പറഞ്ഞത് ആ കഥാപാത്രമാണ് ഈ പടത്തിൻ്റെ ഹീറോ. ആ കഥാപാത്രം നന്നായില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് ഒരിക്കലും വിജയിക്കില്ല. പക്ഷെ അവർ പല കുട്ടികളെ ഇങ്ങനെ നോക്കി അവസാനം അവരെത്തിയത് റാണിയ റാണ എന്ന ഒരു വലിയ കലാകാരിയിലാണ്. റാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്നത് കലാമണ്ഡലത്തിലെ പ്രോഡക്റ്റാണ് അവർ. അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും അവർക്ക് വിദ്യാഭ്യസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ കലാകാരി. അവരുടെ മനസ്സിൽ മുഴുവൻ സിനിമകളായിരുന്നു. ഒരു ദിവസം അത് വർക്കൗട്ടാവെന്ന് പറയില്ല. നമ്മൾ സിനിമയെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ സിനിമ നമ്മളെ തേടി നമ്മളിലേക്ക് വരും. അങ്ങനെ കൊണ്ടുതന്ന ഒരു വലിയ കലാകാരി. എൻ്റെ കൂടെ ഒരുപാട് നായകന്മാർ മലയാള സിനിമയിൽ ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുള്ള നായികമാർ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. വെച്ചാൽ ആദ്യകാല സിനിമകൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ കലാകാരിയാണ് റാണിയ റാണ. അതുപോലെ തന്നെ മീനാക്ഷി മാധവി, അവരുടെ രണ്ടാമത്തെ സിനിമയാണ്. എൻ്റെ രണ്ട് നായകന്മാരാണ്. ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഏരിയ തന്നെ അന്ന എന്ന് പറയുന്ന കഥാപാത്രമാണ് മുന്നോട്ട് കൊണ്ടിട്ടുള്ളത്. ഞാൻ അതിനു മുമ്പ് മീനാക്ഷിയുടെ സിനിമ കണ്ടിട്ടുള്ളത് മധുര മനോഹരം. ആ സിനിമയിലാണ് അത് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ അത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഞാനും അഭിനയം പഠിച്ചു. നിങ്ങൾ അല്ലേ, ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കരമായിട്ട് എല്ലാവരിലും ഒന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജെസ്സി മമ്മീനെ നിങ്ങളാരും മറക്കൂല, അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ആള് ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ എൻ്റെ അനിയന്മാർ രണ്ടുപേരുണ്ട്. ഒന്ന് ധ്യാനം, ഒന്ന് ജോസൂട്ടിയും. ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അവരാണ് വീട്ടിൽ വെച്ച് കണ്ടു. പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്.
വളരെ തിരക്കുള്ള ആ കലാകാരനെ നമുക്ക് ഇന്നത്തെ മൊത്താണ് നമ്മുടെ. ഞാൻ ഈ സിനിമയുടെ ഒരു ഇന്റർവ്യൂവിലും അവനെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഇന്ന് മുതൽ അല്ലെ 2 ദിവസം തരുമില്ലേ? ഇന്ന് മുതൽ നമുക്ക് ഇവനുണ്ട്. കാരണം പ്രിൻസ് ഓഫ് ഇന്റർവ്യൂസ് ആണ് അല്ലേ? ഇരിക്കട്ടെ. എല്ലാവർക്കും പ്രിൻസിന്റെ ധ്യാനിന്റെ ഇന്റർവ്യൂവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ സിനിമയെ വലിയ വിജയത്തിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തരുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. എനിക്കൊരു അപേക്ഷ ഉള്ളത്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഇത് റിക്വസ്റ്റാണ്, ഒന്നുമില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കൂടെ നോക്കി. വലിയ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു. എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളായി ജോണിയെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല, ക്ഷമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ 90s 2000-ലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കയ്യിലെടുത്തൊരു സിനിമയുടെ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ നിർമ്മിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ജോണി ആൻ്റണി. ഇതിൽ ഞാനും ജോണിയൊക്കെയുള്ള കോംബോ ഭയങ്കര രസമായിരുന്നു എന്നെല്ലാവരും പറഞ്ഞു. വലിയ സന്തോഷം. അതുപോലെ ഇതിൽ വരാത്ത ഒരാളുണ്ട്, ബിന്ദു പണിക്കർ, ഇവിടെ എത്തിയിട്ടില്ല. ബിന്ദു ആണെങ്കിലും സിദ്ദിഖുള്ള ഞങ്ങളുടെ കോംബോ അത് ഒരുപാട് തവണയായിട്ടും എല്ലാവർക്കും ബോറടിക്കാതെ അത് ഇഷ്ടപ്പെടുകയും 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അതിൽ വലിയ സന്തോഷം. താങ്ക് യു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ, അടുത്തതായി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഏത് കഥാപാത്രമായാലും, അത് ക്യാരക്ടർ റോൾസ് ആയാലും വില്ലൻ കഥാപാത്രങ്ങളായാലും കോമഡി ക്യാരക്ടർ ആയാലും അതിന്റെ ഏറ്റവും പെർഫെക്ഷനിൽ ചെയ്യുന്ന മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ. നമുക്ക് പ്രത്യേകിച്ച് മുഖവരയുടെ ഒന്നും ആവശ്യമില്ല. എന്നും ദിലീപ് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള ക്യാരക്ടേഴ്സുമായിട്ട് അദ്ദേഹം എത്താറുണ്ട്. അപ്പോൾ ഈ ചിത്രത്തില് ദിലീപേട്ടന്റെ അച്ഛന്റെ കഥാപാത്രമായിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിലെത്തി നമുക്ക് വേണ്ടി നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മികച്ചൊരു കഥാപാത്രത്തെ തന്നു. അപ്പം മറ്റാരുമല്ല, നമ്മൾ സ്വാഗതം ചെയ്യുന്ന നിറഞ്ഞ കൈയോടുകൂടി ലെറ്റ്സ് വെൽക്കം സിദ്ദിഖ ഓൺ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിരുന്ന കാലത്ത് ഞാൻ ഡയറക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് നടന്മാരുണ്ട്. നമ്മുടെ ശ്രീ അശോകൻ ചേട്ടൻ, സെലിം കുമാർ, അനീബ് ഖാൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, നരേന്ദ്രപ്രസാദ് സാറ്, എന്നെ ഫറീസ് ചേട്ടൻ. സിദ്ദിഖേട്ടൻ എന്നോട് അധികം അഭിനയിച്ചിട്ടില്ല, അല്ലെങ്കിൽ സിദ്ദിഖേട്ടൻ അഭിനയിച്ചിട്ടുണ്ടാവും, അയച്ചിട്ടില്ല. അപ്പോൾ ഇവര് പ്രൊഡ്യൂസേഴ്സൊക്കെ വരുമ്പോൾ പറയും ജോണിക്ക് ഒരു പടം കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പം ഞാൻ നടനായി നമ്മൾ ചില അസിസ്റ്റന്റ് അസോസിയേറ്റുകളെ കാണും. അവരുടെ കഷ്ടപ്പാട്, അവരുടെ ആത്മാർത്ഥത, അവരുടെ ആ ഡയറക്ടറോടുള്ള കൂറ്, ആ പ്രൊജക്ടറോടുള്ള കൂറ്. അപ്പം നമ്മൾ ആഗ്രഹിക്കും ഇയാളൊരു ഡയറക്ടറായിരുന്നെങ്കിൽ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള മലയാളത്തിലെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ബിൻഡോ. നമുക്ക് തോന്നിയിട്ടുണ്ട് ബിൻഡോ ഒരു ഡയറക്ടറായിരുന്നെങ്കിൽ. കാരണം നെയ്മറും ഉപചാരപുരം കൊണ്ടജയനും 2 ഹിറ്റ് സിനിമകളായിരുന്നു. 2ലും ബിൻഡോ ആയിരുന്നു അസോസിയേറ്റ്. പിന്നെ ഈ സിനിമ എനിക്കൊരു സ്പെഷ്യലാണ്. കാരണം ഈ ഷാരിസ് എനിക്ക് വേഷം തന്നൊരു സന്തോഷം, ദിലീപുമായിട്ടുള്ള കോമ്പിനേഷൻ. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന കാലത്ത് ദിലീപുമായിട്ട് ഉദയവര സുൽത്താൻ, മായപ്പന്മാൻ. അപ്പോൾ ഈ മായപ്പൻ, ഈ 2 സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. പിന്നെ അസോസിയേറ്റ് ആയിട്ട് പറക്കം തെളിയ, കുഞ്ഞിക്കൂനൻ, ഡയറക്ടറായിട്ട് മൂസ, കൊച്ചി രാജാവ്, ഗരുഡ്. ഈ സിനിമകളെല്ലാം വിജയചിത്രങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ദിലീപുമായിട്ട് ഒരു കോംബോ ചെയ്തിട്ട്. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ദിലീപുമായിട്ട് ഇത്ര സ്ക്രീൻ സ്പേസ് ഉള്ളൊരു സിനിമ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഒരു സിനിമ ഇത് ഹിറ്റാക്കി. അതെനിക്ക് തോന്നുന്നു എല്ലാ പടങ്ങളും ഹിറ്റാവുന്ന ഞാൻ ആഗ്രഹിക്കും, വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഒരു ആവശ്യമായിരുന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ട ദിലീപിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ച സിനിമ ഇത്രയും, പിന്നെ ബിൻഡോയുടെ സിനിമ, ഷാരിസിൻ്റെ സിനിമ, ലിസ്റ്റിൻ്റെ സിനിമ, ഇത് ഓടണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വഴിയൊരുക്കിയ സർവശക്തനായ ദൈവത്തിനും, പിന്നെ വിമർശനങ്ങളെ പോലും വിമർശിച്ച് ഈ സിനിമ നിങ്ങളൊന്നും പറയുന്നവരല്ല,
ഇത് ഒരുപാട് ചിരിക്കാനുള്ള ഞങ്ങളുടെ ദിലീപിൻ്റെ നല്ല തമാശ ഉള്ളൊരു കുടുംബചിത്രമാണെന്ന് മനസ്സിലാക്കി തിയേറ്ററിൽ പോയ ഈ നാട്ടിലെ നല്ല കുടുംബ പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും സത്യത്തെ അസത്യമായി കാണുകയോ ടാർഗറ്റ് ചെയ്യുന്നതോ ഒന്നും ആരും വിമർശിക്കരുത്. കാരണം വിമർശിക്കുന്നവരും വിമർശനമേൽക്കുന്നവരും മനുഷ്യനാണെന്നുള്ളൊരു ബോധ്യം എല്ലാ മീഡിയക്കാർക്കും മനുഷ്യർക്കും ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ദിലീപേട്ടന്റെ വാക്കുകൾക്ക് ശേഷം നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എല്ലാവരും റെഡിയല്ലേ? ഞാൻ കോമഡി പീസാണോ ഇവിടെ? മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക. സാധാരണ അങ്ങനെയല്ലേ പതിവ്? നേരത്തെ വന്നല്ലോ. സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല, എന്നാലും ഒരുപാട് സന്തോഷം. ചുളുവിലൊരു ഹിറ്റ് കിട്ടി. അപ്പോ സാധാരണ ഇങ്ങനൊന്നും എന്റെ സിനിമകൾക്ക് സംഭവിക്കാത്തതാണ്. അതൊരു അത്ഭുതമാണ്. ഞാൻ ചിലപ്പോ കരഞ്ഞു പോകും. നമ്മുടെ ഞാനും ബിൻഡോയും ഷാരിസും ലിസ്റ്റിനൊക്കെ 80s കിഡ്സ് ആണ് പറഞ്ഞു വരുമ്പോ. അല്ല, നീ കുറച്ച് 90 അല്ലേ? എന്നാലും അടുത്തുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറിൽ വലിയ ഇന്ന് മുതൽ നാളെ മുതൽ എന്നൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ, തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശിപട്ടണം, മീശമാധവൻ, പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ദിലീപേട്ടൻ്റെ സിനിമ കാണാൻ, അല്ലെങ്കിൽ ആൾക്കാർ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടേ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഹ്യൂജ് ഫാൻ ബോയ് ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ 150ാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു, അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ, അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു. കാരണം ബിൻഡോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഫാൻസാണ്. അപ്പം ഈ 150ാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്തും ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 10 ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോകാൻ അടുത്ത വേറെ സിനിമകൾ ഇടയിലുള്ളത് കൊണ്ട് എനിക്കത് പോകണം. അപ്പോൾ ഞാൻ ബിൻഡോനോട് പറഞ്ഞു, ഞാൻ ഈ കുറച്ച് ദിവസമേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാതി വഴി എന്നെ കാനഡയ്ക്ക് പറഞ്ഞയച്ചു, ഇത്രയും ദിവസത്തിനുള്ളതുകൊണ്ട്. അപ്പം ഞാൻ ഈ പോകേണ്ട തിരക്കിലാണ്, എപ്പോഴും വന്നു കഴിഞ്ഞാൽ അങ്ങ് പോകണം. അപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ, എടാ ഇതിൻ്റെ ഒടുക്കത്തിൽ എന്താ പറയുക, എന്തെങ്കിലും ചിരിപ്പിക്കാൻ വേണ്ടി. ഞാൻ വിചാരിക്കും, ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? എപ്പോഴും ഞാൻ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അക്കരയിൽ അച്ഛനൊരു തൂണും ചാരി എന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന ഒരു സീനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഘോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, എടാ അത് അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവനോട് ചോദിച്ചിട്ട് അങ്ങനെ മാറിപ്പോകുന്നതും ഞാൻ കണ്ടു. അപ്പൊ ഞാൻ മാറിയെന്ന് ആലോചിക്കുക, ഇത് എന്തിനാണ്? ഷാരിസ് എഴുതി വെച്ചിട്ടുണ്ട്, ബിൻഡോ കൃത്യമായി ഇത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരാൾ ഇങ്ങനെ കിടന്ന് എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ഈ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാനൊരു ദിവസം പറയുന്നത്, നമ്മൾ ഇത്രയും ആത്മാർത്ഥത വേണോ? അപ്പൊ ഇത് എന്ന് പറയുന്ന ഇതൊരു ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ്, ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ
അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മളൊക്കെ പോകുമ്പോൾ, ഞാനും ജോൺ ചേട്ടനൊക്കെ പോകുമ്പോൾ സാധാരണ വരിക, പൈസ വാങ്ങിക്കുക, ജോലി ചെയ്യുക പോവുക, അത്രയല്ലേ ഉള്ളൂ. പടം പറ ഇല്ല. സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വേഷം ചെയ്ത സിദ്ദിഖ, ദിലീപ്. പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന വെച്ചാൽ സിദ്ദിഖും ദിലീപേട്ടനും കൂടെ ചർച്ചയാണ്. എടാ ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ്, ഇവരുടെ കോമഡി. അപ്പൊ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്നില്ല. ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട്. അപ്പൊ ഷാരിസ് വന്നിട്ട് പറയും, ഇതിലൂടെ അത് വേണ്ട കേട്ടോ. ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് വന്നിട്ട് അത് വേണ്ട കേട്ടോ. അപ്പൊ ദിലീപേട്ടനും സിദ്ദിഖും തിണ്ടിക്കുന്ന ഈ കാലത്ത് ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവാത്ത? കാലം മാറി, പഴയ സാധനം ഇപ്പൊ വേണ്ട. സീരിയസ് ആയിട്ട് എടുക്കില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ കോമഡി ഇല്ലാത്തോണ്ട് കൃത്യമായി ഞാൻ കാണുന്ന വെച്ചാൽ ഇവർ രണ്ടുപേരും അപ്പൊ എന്നോട് ചോദിക്കുന്നത് നിർത്തി. 2 ദിവസം കഴിഞ്ഞപ്പോ ഇവൻ എന്തിനാ വന്നെന്ന് പുള്ളിക്ക് മനസ്സിലായി. ദിലീപേട്ടൻ എന്നോട് വന്നിട്ട് എടാന്ന് വരുമ്പോഴേക്ക് തന്നെ മാറിപ്പോവും. പക്ഷെ പിന്നെ സിദ്ദിഖായിട്ട് ഇവര് ഒരു റാപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നു. ഷാരിസ് വരുന്നു, അത് വേണ്ടെന്ന് പറയുന്നു, ഒരു മാറി നിൽക്കുന്നു. അപ്പൊ അഘോരാത്രം അല്ലെങ്കിൽ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഘോരാത്രം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ. ഏത് അത് ഡേറ്റിലായിരുന്നു, ഞാൻ അങ്ങനെ ഓ അല്ലല്ലോ, അങ്ങനെയല്ലോ സിദ്ദിഖ് നേരത്തെ പറഞ്ഞു. സിദ്ദിഖ് പറഞ്ഞ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്നല്ലേ. ആ കുറെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരുടെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ എന്നെയും ജോണിച്ചേട്ടനെയും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ചെറുപ്പക്കാർ ഈടായിട്ട് നമ്മള് ഹിറ്റ് കോപ്പല്ലേ നമ്മളൊരുമിച്ച്. അതെ. അപ്പൊ ഈ പ്രോസസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചത് അത് പറഞ്ഞിട്ട് പോവുക എന്നതിനപ്പുറം അതിനെക്കുറിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും, അല്ലെങ്കിൽ ഈ സീനിൽ എന്തൊക്കെ ഒരു പഞ്ചില് അവസാനിപ്പിക്കണം, ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമന്റബിൾ എന്നതിനപ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ് ഇവർക്കിടയിൽ. അടുത്തതായി പറയേണ്ടത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി, ഈ സിനിമയുടെ നിർമ്മാതാവ്. ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ, അല്ലെങ്കിൽ ബിന്ദുവിനോട് ചോദിച്ചു ഈ പടത്തിന്റെ പ്രമോഷൻ ഒന്നും പരിപാടിയൊന്നും ഇല്ല. അപ്പം ദിലീപേട്ടൻ പറഞ്ഞു പ്രമോഷനൊന്നും വേണ്ട, ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട, സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാൽ മതി എന്നൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞേ. അതൊന്നും വേണ്ട എന്നുള്ളത്. അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ ബുദ്ധിരാക്ഷസനെ തിരിച്ചറിയണം. അതാണ് പറയാൻ പോകുന്ന കാര്യം. കാരണം പ്രമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക്, ദിലീപേട്ടൻ്റെ സിനിമയ്ക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്നൊക്കെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യാണ്. അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപേട്ടൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൻ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം, ഇതിനെ റീച്ച് വരുത്തും, എങ്ങനെ ഇതിനെ എത്തിക്കാം.
മാർക്കറ്റിംഗ് സിംഹം. അങ്ങനെ ഒരു കള്ളക്കഥ നനയാണ് പുള്ളി. അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ഇതിന് മുന്നേ ഉള്ളൊരു മീറ്റിൽ, മീഡിയന്റെ മീറ്റിൽ, ലോഞ്ചിൽ, ട്രെയിലർ ടീസർ ലോഞ്ചിൽ, മൂവി ലോഞ്ചിൽ അദ്ദേഹം ഒരു കമന്റ്, ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഹൈദർ അലി അല്ലെ, അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു. കാരണം എടാ നിന്നെ ഉദ്ദേശിച്ചാണ്. കാരണം മാലപ്പടക്കം തിരികൊളുത്തി. സ്വാഭാവികമായിട്ട് പടക്കം മാല. അങ്ങനെ ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. ഹൈദരലി വിളിക്കും, രാത്രി എത്ര തവണ വിളിച്ചു? രാത്രി 4. ഞാൻ തുരുതുരാ വിളി. ഞാൻ പറഞ്ഞു എന്റെ ഹൈദർക്ക അതൊരിക്കലും അങ്ങനെ അവൻ പഴയില്ല. അല്ലല്ലല്ല, ഇത് അങ്ങനെയല്ല, ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം. അത് തോണാവാത്ത ലാപ്ടോപ്പ്, അതിന് ഡിസ്പ്ലേ ലൈറ്റ് ഒന്നും വരില്ല, വർക്കാവാത്തൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് പേന വെച്ചിരിക്കുക. ഞാനിത് സ്റ്റോർ ചെയ്ത് തുടങ്ങി. ഞാൻ അത്ര ഇതാന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം, അല്ലെങ്കിൽ ഞാൻ അളിയനെ രാവിലെ തന്നെ വിളിച്ചു. അളിയ എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രശ്നമില്ല കേട്ടോ, കഴിഞ്ഞല്ലോ. വേറെ ആരുമില്ല. അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ. അദ്ദേഹം ആ കടമ നിർവഹിച്ചു. കൃത്യമായി എന്തിന് BBC അടക്കം, BBC അടക്കം എന്ത് ചെയ്തു? ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് എവിടെയോ എത്തി അതിന്റെ ഒരു. അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്നും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദർ അലി ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത് ഈ സിനിമ, ബിൻഡോ ഹാരിസ് പറഞ്ഞൊരു സാധനം ഞാൻ ഇന്റർവ്യൂവിൽ ഇതിനകത്ത് കേട്ട കാര്യം വെച്ചാൽ, ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല. കാരണം മാജിക് ഫ്രെയിംസ്, എനിക്കൊരു 10-12 വർഷത്തെ പരിചയമാണ് അളിയനുമായിട്ട്. 2017 ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ലിസ്റ്റിനെ അറിയുന്നതും. അപ്പൊ അച്ഛൻ്റെ സിനിമയാണ് ട്രാഫിക്. അപ്പൊ ആരാണ് ലിസ്റ്റിൻ? പേര് തന്നെ ഉണ്ട് ഒരു ഗുമ്മ, പേരിലാണ് പകുതി. അപ്പൊ ഈ പേരെവിടെയോ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ പേര് കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് പറയുന്ന അച്ഛന്റെ വായിൽ നിന്നാണ്. മലയാള സിനിമയിൽ ഇത്രയും വർഷം, 15 വർഷത്തോളം ഇങ്ങനൊരു ബാനർ, എത്രയൊരു ഡസനോളം പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു. പുതിയ എന്താ പറയണ്ടേ, തിയേറ്ററുകൾ, സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ. അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കെല്ലാം ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. കാരണം ഇത് ഷാരിസ് പറഞ്ഞ കാര്യമാണ്. കാരണം ലിസ്റ്റിൻ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. ലിസ്റ്റിൻ സ്റ്റീഫന് വലിയൊരു കൈയടിയാവാം എന്ന് എനിക്ക് തോന്നി. പറയേണ്ടതൊക്കെ പറഞ്ഞില്ല, ഒക്കെ അടിച്ചിട്ടുണ്ട്. അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും ഷാരിസിനെ കുറിച്ചുമാണ്. കാരണം ഈ കഥ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ അടുത്തൊക്കെ പറയുന്നതിന് മുന്നേ എന്നോട് കഥ പറഞ്ഞാണ്. പ്രിൻസ് ആയിട്ടല്ല, അന്നും ജിൻസ് തന്നെയായിരുന്നു. അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് എന്നുള്ള ചർച്ചകൾക്കിടയിൽ ദിലീപേട്ടൻ വരുന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും അന്ന് ചിന്തിക്കുന്നില്ല. കാരണം ദിലീപേട്ടനൊക്കെ ഈ സിനിമയിൽ വരുമോ, അല്ലെങ്കിൽ ഇവിടം വരെ എത്തുമോ, അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. അപ്പൊ ബിൻഡോയുടെ ഏറ്റവും വലിയ സ്വപ്നം, കാരണം ബിൻഡോ ജനഗണമന, ഷാരിസ് എഴുതുന്നു ജനഗണമന, ക്വീനില് ബിൻഡോ ഉണ്ടായിരുന്നു, നെയ്മർ, അല്ലെങ്കിൽ അപ്പൊ ബിൻഡോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി. ബിന്ദു പറഞ്ഞ കഥ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ ദിലീപേട്ടൻ പറഞ്ഞ കഥ, മൂത്ത സഹോദരൻ ബാക്കി അനിയന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയി. അപ്പൊ ഞാൻ ബിന്ദു അതിനിടയിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു, നീ ഈ കല്യാണം ഇപ്പൊ കഴിച്ചോ, പടം ഇറങ്ങുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ പെട്ടെന്നൊരു കല്യാണം, കാരണം സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം. അപ്പൊ പറഞ്ഞു, സിനിമയല്ലേ അല്ലേ, എപ്പോഴാ എന്താന്ന് നടക്കുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ധൈര്യമായി ഇനി പെണ്ണുവീട്ടിൽ പോയിരിക്കാം, താമസിക്കാം. വലിയ വിജയം. ഈ ഒരു വിജയം
എല്ലാവരുടെയും ഇവരുടെ എല്ലാവരുടെ ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അവസാനം ഒടുക്കം പറയാനുള്ളത് ദിലീപേട്ടൻ തുടരും, ലിസ്റ്റിൻ സ്റ്റീഫനും തുടരും, ജോണി ചേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. ലെജൻഡ്. വീട്ടിലിരിക്കാൻ റെസ്റ്റ് ആവാം. പിന്നെ പലരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം, എൻ എഫ് വർഗീസ് ചേട്ടൻ ആഗ്രഹിച്ചു, ഉണ്ണിയേട്ടൻ ആഗ്രഹിച്ചു. അച്ഛൻ വീട്ടിലിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കൂടെ ഇരിക്കാൻ. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പഴയ എൻ എഫ് വർഗീസ് ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നരേന്ദ്രപ്രസാദ് ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണണമെന്ന്. ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്, വീണ്ടും നിങ്ങൾ അഭിനയം അവസാനിപ്പിച്ച് തിരിച്ച് സംവിധാനത്തിലേക്ക് വരണം. CD മൂസ 2 ഉണ്ടാവോ? ഉണ്ടാവും. ഉണ്ടാവും. ഇതാണ് CD മൂസ 2 ഇവിടെ അനൗൺസ് ചെയ്യപ്പെട്ടാണ് കഴിഞ്ഞു. ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. വലിച്ചു കിട്ടുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മിനിറ്റ്. എന്തായാലും എല്ലാവർക്കും വെച്ച് നൽകിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി എല്ലാവരും മീനാക്ഷി 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മീനാക്ഷി മാധവി. ഈ ചിത്രത്തിൽ അന്ന എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മീഡിയ, ബാക്കി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു. ഞങ്ങളുടെ UHRE സെലിബ്രേഷൻ്റെ ഭാഗമാവാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് യു പറയാനുള്ളത് ഞങ്ങളുടെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സാറിനോടാണ്. താങ്ക് യു സോ മച്ച് സർ. പിന്നെ നമ്മുടെ സംവിധായകൻ ബിൻഡോ ചേട്ടൻ, റൈറ്റർ ഷാരിസ്ക, ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ മമ്മി ജെസ് മമ്മി, താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു നല്ലൊരു വിജയമായിട്ട് ഈ മൂവി വരണം എന്നുള്ളത്. അതുപോലെ തന്നെ വന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഈ മൂവി ഇത്രയും നല്ലൊരു ഹിറ്റിലേക്ക് എത്തിച്ച ഞങ്ങളുടെ പ്രേക്ഷകരോടാണ്. ഞങ്ങളെല്ലാവരെയും ഓരോരോ കഥാപാത്രങ്ങളെയും നിങ്ങൾ സ്വീകരിച്ചു നല്ല രീതിയിൽ. അതോടൊപ്പം തന്നെ വിമർശിച്ച എല്ലാവരോടും താങ്ക് യു പറയുന്നു. കാരണം നിങ്ങൾ ഇത്രയും വിമർശിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ മൂവിക്ക് ഇത്രയും നല്ലൊരു വിജയം ലഭിച്ചതും. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ദിലീപേട്ട, താങ്ക് യു സോ മച്ച്. എൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ ഇത്രയും വലിയൊരു പ്രതിഭയുടെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവണം ഇനിയും വരുന്ന പ്രോജക്ട്സിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പം ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാണ്, സിനിമയെക്കുറിച്ച് മാത്രം നിങ്ങളുടെ ചോദ്യങ്ങൾ ഒതുക്കുക എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഇത്രയും പേര് ഇരിക്കാനും പറ്റില്ല. ആ ഇരുന്നവന്മാർക്കൊക്കെ പണിയായി. ഇപ്പൊ തലമുട്ടോടാ, തല കാണൂടാ. തലാണ് ഫ്രണ്ടിരിക്കണവന്മാരാ. അതല്ല പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള ടൈറ്റിൽ ഇട്ടതിനെ കുറിച്ചാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരവാദിത്വം ഷാരിസിന്റെയും ബിൻഡോയുടെയും ഇവരുടെ ചർച്ചയിലുണ്ടായ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മള് അത്രയും സിനിമകൾ ചെയ്യുകയും അതിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഞാൻ ചെയ്ത മായ മോഹിനി, പച്ചക്കുതിര, സൗണ്ട് തോമ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അത് ചുരുക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. ബിഗിനിങ് തുടങ്ങില്ല.
അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയതിൽ കുറച്ച് കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ് ചെയ്തത്. എൻ്റെ ക്യാപ്ഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞ ഭയങ്കര ഫീൽ ഉണ്ടാക്കണം. അത് ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ ആ സിനിമയിലേക്ക് നമ്മൾ അത്ര കാലം ചെയ്ത സിനിമയെ ഒരു നിമിഷം കൊണ്ട് ഓർമ്മിപ്പിക്കാന്ന് പറയില്ലേ, ആ ഓർമ്മപ്പെടുത്തൽ ഉണ്ടാക്കിയത് ഇവരുടെ ഇതാണ്. ഷാരിസ്, താങ്ക്സ് എ ലോട്ട്. നിങ്ങളല്ല സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഇച്ചിരി ഓവറാക്കാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിലീപേട്ടൻ്റെ പാട്ടുകളൊന്നും പേര് തന്നില്ല. വളരെ വളരെ ഇമോഷണലായിട്ടാണ് ആ പാട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓവറാന്നറിയാം, രണ്ടുപേരും പാടുക നല്ല ഓവറാന്നറിയാം. എന്നാലും തേലിറങ്ങുകിലേ മഴ നോവലിഞ്ഞു ഒരു ഇരുൾ മൂളിയാലും കണ്ണിൽ തെളിയുന്നു ദിലീപേട്ടൻ. പാട്ടോട് എഴുത്ത് മാത്രം വിചാരിച്ചു. താങ്ക് യു. അടുത്ത ഓ ജനപ്രിയ നായകൻ ജനമനസ്സുകളിലേക്ക് പിന്നെ തിരിച്ചെത്തിയ സന്തോഷമാണ്. ഓരോ തിയേറ്ററിൽ ഇറങ്ങുന്ന പ്രേക്ഷകർ അത്രത്തോളം എക്സൈറ്റഡ് ആണ്. മൈക്ക് തരൂ, ഒക്കെ തരൂ. ദിലീപേട്ട, ജനപ്രിയ നായകൻ ജനമനസ്സുകളിലേക്ക് പിന്നെ എത്തിയ സന്തോഷമാണ് എല്ലാവർക്കും. തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരോട് ചോദിച്ചപ്പോൾ ഞാൻ കിട്ടിയ റെസ്പോൺസ് ആണ് പഴയ ഒരു ദിലീപേട്ടനെ കാണാൻ സാധിച്ചു. ഹ്യൂമറുകൾ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ആസ്വദിക്കുക, കുട്ടികളുമായിട്ട് വന്ന് ആസ്വദിച്ച് കണ്ടുപോകാൻ പറ്റുന്ന ഇതേപോലെ ഒരു സോളോ ഹിറ്റിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അല്ല, ഹിറ്റുകൾ സംഭവിക്കുന്നതല്ലേ. നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും എല്ലാവരും, എല്ലാ കലാകാരന്മാരും, എല്ലാ നിർമ്മാതാക്കളും, എല്ലാ സംവിധായകരും, എഴുത്തുകാരും ചെയ്തിരുന്ന ഈ സിനിമ ഹിറ്റാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ എത്ര സിനിമ ഹിറ്റാവും എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല. അത് ദൈവാനുഗ്രഹവും അതുപോലെ നമ്മളുടെ സമയം, അതുപോലെ പ്രേക്ഷകരുടെ ഇഷ്ടം, ഇങ്ങനെ ഒരുപാട് ചേരുവകൾ കൂടുമ്പോൾ ആണ് നമുക്ക് വലിയൊരു ഹിറ്റ് കിട്ടുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വലിയൊരു ആ ചേരുവകളെല്ലാം കറക്റ്റായിട്ട് ഈ സിനിമക്ക് ഒത്തുകിട്ടി. അത് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അഭിനയിച്ച 150ാമത്തെ സിനിമയ്ക്ക് തന്നെ അത് കിട്ടിയതിന് വലിയ സന്തോഷമുണ്ട്. ദിലീപേട്ട, അതുപോലെ ഈ സിനിമയെ കുറിച്ചും പ്രകോപനത്തിന് ഡയലോഗ് ഉണ്ട്. അതായത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതായിരിക്കണം, മറ്റൊരാളുടേതാവരുത് എന്നുള്ളത്. ശരിക്കും സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾക്കും പ്രൈവസി ഇല്ല എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണോ അങ്ങനെ ഒരു ഡയലോഗ് ഇച്ചിരി ഇമോഷണലി അത് പറയാനൊരു കാരണം? അല്ല, ഇമോഷണലി ശരിക്കും അത് പ്രിൻസ് എന്ന കഥാപാത്രം സംസാരിച്ചിരിക്കുന്നതാണ്. ഈ സിനിമയ്ക്ക് ഉള്ളൊരു വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ അവസ്ഥകളിൽ അല്ലെങ്കിൽ ആനുകാലിക സംഭവമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയത്തെയാണ് ശരിക്കും പറഞ്ഞ ഈ കൊച്ചു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിനെ, കാരണം നമ്മളെല്ലാവരും ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു 95-99 അങ്ങനെയല്ല, ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവും ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട്, ഒരു കാര്യത്തെ കുറിച്ചിട്ട്. അപ്പം അതുപോലെ തന്നെ പക്ഷെ ഈ ഒരു സിനിമ ഗംഭീര വിജയമാക്കുന്നത് അതിലെ എല്ലാവരുടെ ടേസ്റ്റും എല്ലാവരുടെ അഭിപ്രായവും എല്ലാം ഒരേ പോയിന്റിലേക്ക് വരുമ്പോഴാണ് സൂപ്പറായിട്ട് കേട്ടോ, ഗംഭീരമായിട്ട് കേട്ടോ, നല്ലതാണെന്ന് പറയുന്നത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന പോലെയാണ്. നമുക്ക് അറിഞ്ഞൂടെ ഇതിന്റെ ചേരുവകൾ നമ്മൾ ഉദ്ദേശിച്ചിടുന്നു, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആവുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സിനിമയും. ആ ചേരുവകളുടെ ഫോമുല നമുക്ക് അറിയയില്ല, അത് സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ആ സിനിമ പറയാറ്. പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം, ഇക്കയുടെ അഭിപ്രായം പറയാം. പക്ഷെ അത് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. സത്യം പറഞ്ഞാൽ ഉർവശി ചേച്ചി ഇതിൽ ഒരു ക്യാമിയോ റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ക്യാരക്ടറിൻ്റെ അത് പറയുന്നതിൻ്റെ പ്രസക്തി നമ്മുടെ ലൈഫിൽ വളരെ അല്ലേ എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തിയേറ്ററിൽ അത്രയും കയ്യടി ഉണ്ടാക്കുന്നത്. അത് അതുപോലെ വാല്യൂ ഉള്ള, ഇന്ന് നമ്മളുടെ
എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ മലയാള സിനിമയുടെ, അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു നായികയാണ് അത് സംസാരിക്കുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ആ വേഷം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നു നിന്നത് ഉർവശി ചേച്ചിയിലാണ്. ഞങ്ങൾക്ക് വേറൊരു മുഖം ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല. ഞങ്ങൾ ഉർവശി ചേച്ചിയുടെ അടുത്താണ് പോയിട്ട് ചേച്ചി വേഷം ചെയ്യണം, കാരണം ഈ സിനിമയ്ക്ക് ചേച്ചിന് ആവശ്യമാണ്. ചേച്ചിക്ക് ചിലപ്പോൾ ഈ സിനിമ ആവശ്യമില്ലായിരിക്കും, പക്ഷെ ഈ സിനിമയിൽ ഈ കാര്യം പറയേണ്ടത് ചേച്ചിയായിരിക്കും. കാരണം ഇപ്പം നമ്മൾ സംസാരിക്കുന്ന മീഡിയ സുഹൃത്തുക്കളോടാണ്. നിങ്ങൾക്ക് പോലും അതിനോട് ദേഷ്യം തോന്നിയില്ല. ഇപ്പം നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ക്യാമറയും മൈക്കുമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ എത്ര പ്രഷറിലാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ടോപ്പ് ബോഡീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രഷർ. അതുകൊണ്ടാണ് നമ്മൾക്ക് നിങ്ങളോട് ശത്രുതയോ അല്ലെങ്കിൽ നിങ്ങളോട് പരിഭവമൊന്നുമില്ല. സങ്കടമുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ നിങ്ങളുടെ വിഷയങ്ങളും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെ അഭിനയിച്ചൊരു സിനിമയാണ് സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞ സൊല്ലെ എന്ന് പറഞ്ഞ ചിത്രം. ആ സിനിമ ചെയ്യുമ്പോൾ ഒരു പത്രപ്രവർത്തകനോ ഒരു മാധ്യമ സുഹൃത്തോ എത്രത്തോളം അവനവൻ്റെ ലൈഫിൽ എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും, നിങ്ങളെല്ലാവരും ഡിപ്രഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ രാവിലെ നിങ്ങൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല. ശരിയല്ലേ? അപ്പം ഒരുപാട് പ്രഷറിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുമ്പോഴും അതിൻ്റെ സത്യം എന്താണ് എന്നൊന്ന് അറിയണേ എന്നുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്തും വേറൊരാളുടെ ജീവിതമുണ്ട്, വേറൊരാളുടെ കുടുംബമുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനെ അടിസ്ഥാനമാക്കിയാൽ പറയണത് അഭിപ്രായങ്ങൾ പറയാം. അതും നമ്മളുടേത് മാത്രമായിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ഈ സിനിമയിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതൊരു അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു, പിന്നെ അതിൻ്റെ ടാർഗറ്റാവും, അതിൻ്റെ പ്രശ്നങ്ങളാവും. ഇത് സംസാരിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഈ കഥയിലെ കഥാപാത്രമാണ്. ദിലീപേട്ട ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ വന്ന റിവ്യൂസിന്റെ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു അശ്വന്ത് ഗോക്കിന്റെ, അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള റിവ്യൂസ് വെച്ചിട്ട് ദിലീപേട്ടന്റെ എല്ലാ പടങ്ങളിലും ഭയങ്കര നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ഇത് ദിലീപേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നതാണോ സിനിമയുടെ ഇതാണ് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്? അല്ല, പറഞ്ഞല്ലോ നേരത്തെ, അഭിപ്രായങ്ങൾ പറയാം, അത് വ്യക്തിപരമായിരിക്കണം. അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരോടും പറയുന്നത്, നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക, അല്ലെങ്കിൽ കാണണം തോന്നുക, കഴിക്കണം തോന്നുക, അത് ഫീൽ ചെയ്യണം തോന്നുക എന്നുള്ളത് നമ്മളുടെ സെൻസ് കളയരുത്. നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ, പല നമ്മളുടെ സീനിയർ ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സിനിമകൾ കാണുന്നത്, നമ്മൾ ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല. അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം, നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള, അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കേൾക്കാം, എല്ലാം കാണാം, പക്ഷേ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം. അതിൻ്റെ മാസ്റ്റർ നമ്മളായിരിക്കണം, നമ്മളുടെ ബോസ് നമ്മളായിരിക്കണം. അത് വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു, അതിലൊന്നും മോശമായിട്ട് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ കണ്ടില്ല, ടി വിയിലും വന്ന് കണ്ടപ്പോൾ ഒയ്യോ ഈ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾക്ക് സമയമുള്ളപ്പോൾ, ഇന്ന് നമുക്ക് ഉള്ള ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ്. ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം, ഇത് നമുക്ക് കാണണം. അതാണ് അത്. വേറൊരാളെ ഞാൻ ആരെയും മോശമാവുന്നില്ല, കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ്, അത് അവരുടെ ജോലിയാണ്. കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. അത് ചിലപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ടക്ക് എന്ന് പറഞ്ഞ് ക്യാച്ച് ചെയ്യാവുന്നത്. അപ്പം അതുകൊണ്ട് ആ രീതിക്ക് പോകുന്നു. പക്ഷെ നമ്മൾ ആസ്വാദകർ, നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത്. റിവ്യൂസ് കാണാം, റിവ്യൂസ് കേൾക്കാം, റേറ്റിംഗ് കാണാം, എല്ലാവും. പക്ഷെ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ, ആ സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ 12,000 കുടുംബങ്ങളാണ്
അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന 100 രൂപ, നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട്? അതിൽ നിന്നൊരു 100 രൂപ 150 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങളറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയായിട്ട് കണ്ടുകൂടി, അങ്ങനെ കാണാം. നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും. നമ്മൾ എങ്ങനെ നെഗറ്റിവിറ്റി പേര് കൊണ്ട് നടക്കണം? അല്ല, ഒരാളെ മോശമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് അടിക്കുകയോ ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു വേർഡ് എഴുതി കുറിച്ചിട്ടിട്ടോ ഇല്ല. എനിക്ക് എന്നിട്ടോ എനിക്കൊരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ചെയ്യല്ലേ കേട്ടോ, അല്ല ഇത് മോശം കേട്ടോ, എനിക്കൊന്നൊരു കറക്റ്റ് ചെയ്തൂടെ. അത് ഞാൻ ഉടനെ പോയി അതിനോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ് പറയും, അല്ലേ ഉണ്ടായിരിക്കും. എന്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. ഓ താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഈ വാക്കാണ് എനിക്ക് വേണ്ടത്. ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾ ഹാപ്പിയാട്ടെ. ധ്യാൻ ബ്രോനെ ഈ സിനിമയിലേക്ക് വിളിച്ചപ്പോ സാധാരണ പോകാറുള്ളവരാണ് ഇങ്ങനെ പോയതാണോ അതൊരു ഹിറ്റ് ഫിലിമിന്റെ ഭാഗമാകാൻ പോകുന്നവരാണ് പോയത്? കുറച്ച് കാര്യങ്ങൾ സാധാരണ പോകുന്ന പോലെ പോയത് അല്ല. ബിൻഡോയും ഞങ്ങള് മലയാളി ഫ്രം ഇന്ത്യ സിനിമ ചെയ്തു. ബിൻഡോ ആയിരുന്നു അതിന്റെ ചീഫ് അസോസിയേറ്റ്, ഷാരിസ് ആയിരുന്നു അതിന്റെ എഴുത്തുകാരൻ. അപ്പൊ ആ സെറ്റിലാണ് വെച്ചിട്ടാണ് ബിൻഡോ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതും. അപ്പോൾ ബിൻഡോയുടെ ലൈഫാണ് സിനിമ. അപ്പോൾ ബിൻഡോ അപ്പൊ ഈ കഥ പറഞ്ഞപ്പോഴേ ഈ ക്യാരക്ടർ ഉണ്ട്. രണ്ടനിയന്മാരുടെ കൂട്ടത്തില് ഞാനും, എനിക്കൊന്ന് ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് എന്നെ ജോസൂട്ടിനായിരിക്കും. ആ കാസ്റ്റ് ചെയ്തല്ല, അവന് ഡിഫോൾട്ടാ കയറി ഇവിടെ ഉണ്ട്. അപ്പോ അതെ, ഞങ്ങൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ബിൻഡോനോടും ഷാരിസിനോടുള്ള സൗഹൃദമാണ് ഈ സിനിമ വരാൻ കാരണം. ഒരെണ്ണം കൊണ്ടൊന്നും ചെയ്ത പാപങ്ങൾക്ക് അതിപ്പോൾ ഞാനും ദിലീപും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ദിലീപിൻ്റെ സഹതാരങ്ങളോടൊപ്പം അഭിനയിക്കുമ്പോഴും ഞാൻ എൻ്റെ കൂടെ മറ്റുള്ളവർ അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കും. അത് ഹ്യൂമർ മാത്രമല്ല, അല്ലാതെയും പല കാര്യങ്ങളും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഈ ഷാരിസിനോടും ബിൻഡുവായിട്ടും ചോദിച്ചാൽ അറിയാം, നമ്മൾ സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ, നമ്മളിങ്ങനെ ചോദിച്ച് അത് എത്ര കിട്ടിയാലും ഇത് പോരെ കൂടെ നന്നാക്കാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമായിട്ട് ദിലീപും ഞാനൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ്. ഇനി ഷാരിസും ബിൻഡോ വന്നിട്ട് അത് വേണ്ട എന്ന് ഇവൻ എപ്പോൾ കേട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവരോട് രണ്ടുപേരോടൊന്നും ചോദിച്ചോട്ടെ, നിങ്ങൾ എപ്പോഴാണ് വന്നിട്ട് നമ്മളോട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവര്. അത് അങ്ങനെയല്ല, അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു കഥാപാത്രമാണ്, അതിൻ്റെ ഒരു സ്കെലിറ്റൻ മാത്രമാണ് അവർ നമുക്ക് തരുന്നത്. അതിന് മജ്ജയും മാംസവും എല്ലാം വെച്ച് പിടിപ്പിച്ച് അതിനൊരു സ്വഭാവം കൊണ്ടുവരേണ്ടതും അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. ഇപ്പം എനിക്കൊരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം ഏറ്റവും നന്നാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഞാനാണ്. അപ്പം അതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തിനും എത്രയോ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പം ഞാൻ ആ കിട്ടുന്നതിൽ തൃപ്തനാവാതെ അതിനെ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ 10-40 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ മനസ്സിലായോ? തന്നെയാണ് പറയുന്നത്. ഇതൊരു ശ്രമത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള അതിപ്പോ ദിലീപ് ഞാനും ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ മാത്രമല്ല, ദിലീപ് മറ്റുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഞാനും മറ്റുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു ജോലിയുടെ ഒരു ഭാഗമായി തന്നെയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ബാലൻ വക്കീലും ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം. എനിക്കിതിനെ കുറിച്ച് പറയാനുണ്ട്. അതായത് നമ്മൾ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ സിനിമയിൽ കണ്ട ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് പുതിയ സിനിമകൾ തുടക്കക്കാരനെ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ സിനിമ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. സിദ്ദിഖേട്ടനോട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖേട്ടൻ അപ്പം തന്നെ അത് വളരെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ശ്രദ്ധിച്ചെന്ന് കേട്ടിട്ട് സിദ്ദിഖേട്ടൻ നമ്മോട് ഇങ്ങനെ ഓരോന്ന് അപ്പോൾ പറയാണ്. ഇവരെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും
അത്രയും ഉത്തരവാദിത്തത്തോടെയും അത്രയും റെസ്പെക്റ്റോടു കൂടിയാണ് സിനിമയെ കാണുന്നത് എന്നുള്ളതാണ് അവിടെ ഈ സിനിമ ലൈഫിൽ നല്ല നല്ല സിനിമകൾ അവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ആദ്യം തന്നെ ഞാൻ ദിലീപേട്ടൻ്റെ വലിയൊരു ഫാനാണ്. ഞാൻ ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മീഡിയ ഫീൽഡിൽ വരാൻ കാരണം എനിക്ക് ഇഷ്ടമുള്ള 2 നടന്മാരെ ഇന്റർവ്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അതൊന്ന് വിജയ് ആൻഡ് ദിലീപേട്ടൻ. അത് ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ, ടൈറ്റിൽ കാർഡ് കണ്ടായിരുന്നു. എല്ലാവർക്കും ഏതൊരു ദിലീപ് ഫാനിനും മനസ്സിൽ കൊള്ളുന്ന ഒരു ടൈറ്റിൽ കാർഡായിരുന്നു. അതിൽ ദിലീപേട്ടൻ്റെ നന്ദി സൂചകമായിട്ടുള്ള വാചകങ്ങൾ. ഈ ഒരു നിമിഷം ഇപ്പോൾ മൂവി ഇറങ്ങി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുവാണ്. ഈ ഒരു നിമിഷം ആരാധകരോട് അല്ലെങ്കിൽ പ്രേക്ഷകരോടായിട്ട് ദിലീപേട്ടൻ എന്താണ് പറയാനുള്ളത്? 30 വർഷമായി ശരിക്കും ഞാൻ സിനിമയിൽ അഭിനയം തുടങ്ങിയിട്ട്. 91-ലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്, വിഷ്ലോകം. അതിനുശേഷം ആ സമയത്തൊക്കെ മിമിക്രി ഉണ്ടായിരുന്നു. അവിടെയും ശരിക്കും പറഞ്ഞ പ്രേക്ഷകരായിട്ടുള്ള ബന്ധത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. 95-ൽ അഭിനയം തുടങ്ങി. ഈ 30 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷം ചെയ്യാനുള്ള അവസരം പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നു. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് ഒരു വിജയം വേണമെന്ന്, അവനത് ആവശ്യമാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന നിമിഷത്തിൽ എല്ലാം അവർ ഓടി വന്നിട്ടുണ്ട്. ഈ സിനിമയെ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എൻ്റെ ഒരു 100ാമത്തെ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ വരുമ്പോൾ ആ സിനിമ ഒരു പരാജയമായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ 150 വലിയ പ്രസക്തിയൊന്നുമില്ല. അതങ്ങനെ നടക്കും. ഒരു കലാകാരനെ സംബന്ധിച്ച് വിജയം ഉണ്ടാവും, പരാജയമൊക്കെ ഉണ്ടാവും, അതൊക്കെ. പക്ഷെ ചില മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞില്ല, ഒരു കലാകാരനെ സംബന്ധിച്ച് 100 സിനിമ ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ 150 സിനിമ ചെയ്യാൻ സാധിച്ചു. ഇപ്പം എന്നേക്കാൾ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ഒരു മഹാ കലാകാരനാണ് ഈ ഇരിക്കുന്നത്. എൻ്റെ എണ്ണം പോലും പിടിച്ചിട്ടുണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. അമ്മാതിരി സിനിമകളുള്ള ഒരാളാണ്. അപ്പോൾ 100ാമത്തെ സിനിമ കഴിഞ്ഞ് 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ അതും യാദൃശികമായിട്ട് മനസ്സിലാഗ്രഹമുണ്ടെങ്കിലും ആ സമയത്ത് ഒരു കുടുംബ പ്രേക്ഷകർക്കുള്ള ഒരു കഥയുമായിട്ട് എത്തുക എന്ന് പറയുന്ന ഒരു ദൈവനിയോഗമാണ്. അത് എനിക്ക് ഏറ്റവും വലിയൊരു വിജയം ആവശ്യമുള്ളൊരു സമയത്തേക്ക് വേണ്ടി വെച്ച ഒരു സിനിമ പോലെ. അതിനാണ് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി, പല പേരുകൾ പറഞ്ഞു. അവസാനമാണ് അവർ പറഞ്ഞ ഇത് പ്രിൻസിൻ്റെ കഥയാണ്. ഈ സിനിമയ്ക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി അതാണ് കാരണം. ഇത് കുടുംബ പ്രേക്ഷകരുടെ സിനിമയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അതുപോലെ ആ ഒരു മധ്യപ്രായത്തിലേക്ക് കയറുന്ന ആളുകൾ, പ്രായമായ ആളുകൾ ഒക്കെ ഉള്ള, അതാണല്ലോ ഒരു കുടുംബം. എല്ലാവരും ചേർത്തിട്ടുള്ള ഒരു പാക്കേജാണ്. അല്ലാണ്ട് ഇത് യൂത്തിൻ്റെ സിനിമയാണ്, അല്ലെങ്കിൽ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള, അങ്ങനെയല്ല. ഇതൊരു പാക്കേജാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂത്തിൻ്റെ സിനിമയല്ലേ. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത് 20-നും അല്ലെങ്കിൽ ഒരു 18 വയസ്സ് മുതൽ ഒരു 30 വയസ്സിനുള്ളിലുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ റീലിനും അതുപോലെ അവനവൻ്റെ ലൈഫിലെ ഓരോ പേഴ്സണൽ മൊമെൻറ്റ്സും പബ്ലിക്കിനോട്, ഒരു സൊസൈറ്റിയോട്, ഒരു ലോകത്തിന് മുമ്പിൽ ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യഗ്രത കാണിക്കുന്നത് ചെറുപ്പക്കാർ തന്നെയാണ്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അപ്പം അതിലെ ഒരു കഥാപാത്രത്തിന് അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരാളെയാണ് ഇതിലെ മെയിൻ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വേഷമാണ് റാണി ചെയ്തത്. റാണി ചെയ്ത ആ വേഷം ഇത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് പേരെ നമ്മളത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് അന്യമല്ല കഥാപാത്രം. ഈ സിനിമയിലെ മുഹൂർത്തങ്ങളും നിങ്ങൾക്ക് അന്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ചത് പ്രേക്ഷകര്. ആ പ്രേക്ഷകരോട് തീരാത്ത നന്ദിയും കടപ്പാടും അറിയിക്കുന്നു, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലാവട്ടെ, രാമലീലയിലാവട്ടെ, അതിലെ കഥാപാത്രങ്ങൾ പറയുന്ന ഓരോ ഡയലോഗുകളും ദിലീപ് എന്ന വ്യക്തി സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് ആ കഥാപാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ, അതോ ദിലീപ് എന്ന വ്യക്തി അത് ബോധപൂർവ്വം ആ സമൂഹവുമായിട്ട് സംവദിക്കാൻ വേണ്ടി തന്നെ
ഡയലോഗുകളാണ്, അതിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ വരുന്ന ഡയലോഗ് ഡെലിവറി? ഒരിക്കലുമല്ല. രാമലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഫുൾ ഷൂട്ടിംഗ് തീർന്ന് ഫുൾ ഡബിങ് തീർന്ന സിനിമയാണ്. അതിനുശേഷമാണ് നിങ്ങൾ കണ്ടത് എൻ്റെ ജീവിതത്തിലുണ്ടായ വിഷയം. പക്ഷേ സിനിമയും റിയലും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഏതോ സംഭവിച്ച പോലെ അത് യാദൃശ്ചികമാണ്. അതിനെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ പ്രേക്ഷകർക്കുണ്ടായത് ഇതിലേതാണ് റിയൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് ചിലത് അങ്ങനെ സംഭവിക്കുന്ന. ഒരിക്കലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ കഥാപാത്രം എന്തു പറയുന്നു അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഥാപാത്രം സംസാരിച്ചിട്ടുള്ളത്, അല്ലാണ്ട് മനഃപൂർവ്വം അത് എൻ്റെ റൈറ്റേഴ്സും സമ്മതിക്കില്ല. ഞാൻ വന്നിട്ട് ഇതോട് കയറ്റിക്കോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ പറയുന്ന സാധനങ്ങൾ മുളച്ചു നിൽക്കുന്നത് തന്നെയാണ്. അതിന് ഫീൽ ഉണ്ടാവില്ല. അത് വേറൊരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ പ്രസിഡന്റ് മുമ്പിൽ സംസാരിച്ചിട്ടില്ല സിനിമയെക്കുറിച്ചല്ലാത്ത ഒരു വിഷയവും. കാരണം എനിക്ക് അതിനോട് സ്വാതന്ത്ര്യമില്ല. എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല, ഇന്ന പക്ഷേ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും. ആ ദിവസത്തിനെ നമുക്ക് കാത്തിരിക്കാം. അല്ലെ സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയില്ല. സിനിമയിലൂടെ പറയുന്നത് എൻ്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ സിനിമയിലെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ. അപ്പം താങ്കളുടെ എല്ലാ സിനിമകളും നോക്കിയാലും ഒരു പ്രത്യേക രാഷ്ട്രീയമാണ്. അതായത് താങ്കളുടെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള രാഷ്ട്രീയമായിരിക്കും പറയുന്നത്. ഇപ്പം ക്യൂവിലായാലും ശരി, മലയാള ഫിലിമിലായാലും ശരി, ജനഗണമനായാലും ശരി, ഫ്രണ്ട്സിലായാലും ശരി, ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്, സൊസൈറ്റി എനിക്ക് ഒരു പ്രതിഷേധം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5-6 വർഷമായിട്ട് അറിയുന്ന ബിൻഡോ സ്റ്റീഫൻ എന്ന സംവിധായകൻ, ബിൻഡോയുടെ ലൈഫിൽ നിന്നാണ് എനിക്ക് പ്രിൻസിനെ കിട്ടുന്നത്. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അല്ലാതെ നമ്മൾ എഴുത്തിൽ വരുന്ന നമ്മളൊരു സാമൂഹിക ജീവിയാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എവിടെയൊക്കെയോ വന്നു പോകുന്നതാണ്. ഇന്നതിന് വേണ്ടിയിട്ടെന്ന് ഞാൻ പറഞ്ഞു എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയോ സിനിമയോട് വല്ലാതെ ഒരു ഹെയ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് വെച്ച് സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. നമ്മളൊരു സിനിമ ചെയ്തോളേ, നമുക്ക് സിനിമ ചെയ്തത് മോശമായാൽ അത് മോശം സിനിമ മാത്രമാണ്. അത് വെറുക്കപ്പെടേണ്ട ഒരു സിനിമയല്ല. ഒരു കുട്ടി ഒരു പരീക്ഷ എഴുതി തോറ്റാൽ അത് തോറ്റ ഒരു വിദ്യാർത്ഥി അല്ലാണ്ട് വെറുക്കപ്പെട്ടവനാണ്. എന്ന് തൊട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന മഹാനടന്മാരോട്, അതുല്യ സംവിധായകരോടൊക്കെ വെറുപ്പ് വന്നു തുടങ്ങിയത്. അത് നിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ? അല്ലേ? നമ്മള് മഹാനടന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ ആദരിക്കുന്ന, മനസ്സിൽ കൊണ്ടു നടക്കുന്ന കലാകാരന്മാരോട് എന്ന് തൊട്ടാണ് അവരിന്മേൽ വെറുപ്പ് ഉൽപ്പാദിക്കാൻ തുടങ്ങിയത്. ആ വെറുപ്പിന് തടയിട്ടിരിക്കും. ഈ പറയുന്ന ഈ സിനിമയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ആ വെറുപ്പ്. അതുല്യ നമ്മളൊക്കെ ഇവിടെ ഒരുമിപ്പിക്കുന്ന എന്താണ്? ജാതിയോ മതമോ ലിംഗമോ വർണ്ണമോ ഒന്നുമില്ല, സിനിമയാണ്. എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. അപ്പുറത്ത് ഒരു മിനിസ്റ്ററിന്റെ പത്രസമ്മേളനം കവർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഉത്സാഹത്തോടെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കും. അത് സിനിമയോടുള്ള സ്നേഹമാണ്. നമ്മളൊക്കെ ഒരു വർഷം ലിസ്നേട്ടൻ്റെ ഓഫീസിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ലിസ്നേട്ടൻ്റെ ഓഫീസിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ കാര്യങ്ങളിൽ ഒരുമിച്ച് ഞാൻ ലിസ്നേട്ടനൊക്കെ ഒരുമിച്ച് ഞങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനം, ഈ ടീമിന്റെ ഒരു വർഷത്തെ അധ്വാനം ഒരാളുടെ 5 മിനിറ്റോ 10 മിനിറ്റോ റിവ്യൂവിൽ പണയം വെക്കാൻ ഞങ്ങൾ റെഡിയല്ല. ആ റെഡിയല്ല എന്നുള്ളതിന്റെ മറുപടിയാണ് ഓൾ കേരളയിൽ ഈ പറയുന്ന ജനങ്ങൾ വന്നിട്ട് തിയേറ്ററിൽ കാണുന്നത്. അത് ഇനിയെങ്കിലും ഞാൻ ഈ സിനിമ വെച്ചിട്ടല്ല പറഞ്ഞത്. ഐ നോ ഐ ആം പ്ലെഡ്ജിങ് മൈസെൽഫ്. എനിക്ക് സംഭവിക്കുന്നത് എന്തോ ആവട്ടെ. സിനിമ ഇല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് അധ്യാപകനാണ്. ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകും, അല്ലെങ്കിൽ മൊനപ്പം ഹാർബറിൽ മീൻ ചോക്കാൻ പോകും. പക്ഷെ ഈ വെറുപ്പിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഈ വെറുപ്പ് ഇവിടെ തീരണം. എനിക്ക് ലാൽ സാർ എന്ന മഹാനടനെ വെച്ച് ലിജോ ജോസ് പല്ലിശ്ശേരി സാർ ഒരു പടം ചെയ്തിട്ട് ഞാൻ ആ സിനിമ മലയക്കൊട്ട വാൽബം കണ്ടു വരുമ്പോൾ ഞാൻ കാണുന്നത് ലിജോ സാർ നടത്തുന്ന പ്രസ് മീറ്റാണ്. ഇതിൽ അദ്ദേഹം പറയാണ്, എന്തിനാണ് ഇത്രയധികം ഹെയ്റ്റ് ഒരു സിനിമയോട്? ചിന്തിക്കേണ്ട വാക്കുകളിൽ എന്തിനാണ് ഒരു സിനിമയോട് ഇത്രയധികം ഹെയ്റ്റ്? ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല, അത് പറയാമല്ലോ. റെസ്പെക്റ്റ് വിട്ടിട്ട്
ഈ ഫ്രട്ടേണിറ്റി നമ്മളൊക്കെ ഒരു ഫ്രട്ടേണിറ്റിയാണ്. ആ ഫ്രട്ടേണിറ്റി നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. മലയാള സിനിമയിൽ വി ഓൺ ദ റെസ്പെക്ട്. നമ്മളെല്ലാവരും വി ആർ ഹംബിൾഡ് ബൈ ദ സക്സസ്. ആ സക്സസ് ഈ ഹെയ്റ്റിനെതിരെയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു, സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. ഈ സിനിമയിലെ റിലീസിന്റെ തലേദിവസം എല്ലാ റിവ്യൂവേഴ്സിനെയും എല്ലാവരെയും പേഴ്സണലി വിളിച്ചിട്ട് ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കാരണം ഞങ്ങളുടെ ബേബിയാണ്. ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ബേബിയാണ്. പക്ഷെ ഒരിക്കൽ പോലും നല്ലത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പടച്ചവൻ സത്യം. എൻ്റർടൈൻമെൻറ്റ് കീഴിൽ ജിനേഷിനെ നിങ്ങൾ വിളിച്ചു ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സിനിമ കാണണം, സിനിമയെക്കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് ഓൺ ക്യാമറ പറയണം. ഓൺ ക്യാമറ. ഇത് ഞങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, അത് റൈറ്റാണ്, മീഡിയയുടെ റൈറ്റാണ്. പക്ഷേ ഈ പറയുന്ന വെറുപ്പിന് അപ്പം ജിനേഷിനോട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വിളിച്ചു കേട്ടോ. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. സീക്രട്ട് ഏജന്റിലെ സായിനെ വിളിച്ച് പലരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, പബ്ലിക്കായിട്ട് നിങ്ങൾ വിമർശിച്ചോ, പക്ഷേ ഈ വെറുപ്പിന് ഇനി മുതൽ ഞങ്ങൾ നിന്ന് കൊടുക്കില്ല. സിനിമ ആസ് എ ഫ്രട്ടേണിറ്റി വി വിൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഹേറ്റ്, വി വിൽ സ്റ്റാൻഡ് ഫോർ സിനിമ. ഹൈദർക്ക്, അത് നമ്മളുടെ ഒരു അടുത്ത സിനിമ എവിടെ നിന്നാണ് വരിക നമുക്കറിയില്ല. നമുക്ക് എവിടെ നിന്നാണ് അടുത്തൊരു ഇത് കിട്ടുക നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് എൻ്റെ സിനിമ ഞാൻ ഇറലവൻ്റ് ആണ്. ഹൈദർക്ക്, ഞാൻ ഇറലവൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 100 വർഷമായിട്ടുള്ള ഇൻഡസ്ട്രിയുടെ കാര്യം പറയുന്നത്. ആ ഇൻഡസ്ട്രിയിലെ ഞാൻ ആരാധിക്കുന്നവരോട് എനിക്ക് വെറുപ്പ് സൈക്കിൾ ചെയ്തെടുക്കാം. എനിക്ക് സൈക്കിൾ ലാൽ സാറിനെ മോശമായിട്ട് പറയുമ്പോൾ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും സൈക്കിളില്ല. ദിലീപ് ഫാൻ. ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ നമ്മൾ വേറെ ഇതിലേക്ക് പോകും. ഞാൻ ഈ പറയുന്നൊന്നും പ്ലീസ് ആസ് എ റൈറ്റർ നിങ്ങൾ എടുക്കരുത്. സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങളൊരാളായിട്ട് പറയുന്നത് പ്ലീസ്. അത് അതിന് വേറൊരു കോണ്ടെക്സ്റ്റിലായി പോരുത്. നമുക്ക് അടുത്ത സിനിമ എവിടെ നിന്നാണ് വരിക എന്നറിയില്ല. എൻ്റെ അടുത്ത സിനിമ വിജയം പരാജയം. ഐ എം ഇറലവൻ്റ്. പക്ഷെ സിനിമയോട്, ആർട്ടിസ്റ്റിനോട്, സിനിമയോട് റെസ്പെക്ട് വേണം. ഒരു മിനിറ്റ്, സോറി. സിനിമയെ പറ്റി നമ്മൾ കണ്ടിട്ട് കൂടിയില്ല ആൾക്കാർ, അങ്ങനെയുള്ളവർ കൂടി മോശം പറയുമ്പോൾ നമുക്കൊക്കെ, നമ്മൾ ഈവൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അപ്പോഴേ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത് ആൾക്കാർ ഇതിനെപ്പറ്റി മോശം പറയുമോ, അങ്ങനെയാണ് ആദ്യം ചിന്ത പോകുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ റിവ്യൂവേഴ്സിൻ്റെ യൂട്യൂബ് വീഡിയോസും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ടോട്ടലി ഒരു പടത്തിനെ മൊത്തത്തിൽ വലിച്ചു കയറുക, സീൻ ബൈ സീൻ നമ്മൾ അതിനെ ഹെയ്റ്റ് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്ന റിവ്യൂസ് ആൾക്കാർ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ റിവ്യൂ സത്യമാണോ? അപ്പോൾ നിങ്ങളൊരു പടത്തിനെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ അത് സത്യമാണോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തും ആയിക്കോട്ടെ, നല്ലതിനെ നല്ലതിനും മോശത്തിന് മോശം തന്നെ പറയണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാ സിനിമകളെയും നല്ലതെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാട് ഇതിന് പിന്നിലുണ്ട്, അതും കൂടി ഓർക്കുക. ഷാരിസ്ക പറഞ്ഞ പോലെ ഇപ്പം മലയക്കോട്ട വാലിബൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ആ സിനിമ എനിക്ക് അറിയില്ല, ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് ആസ്വദിച്ച ഒരാളാണ്, ലാലേട്ടൻ്റെ ഫാൻ കൂടി ആയതുകൊണ്ട്. പക്ഷെ അത് മാത്രമല്ല, ആ മൂവി വളരെ നാടകീയമായിട്ട് ഒരു തിയേറ്റർ ബേസ് ഉള്ള ഒരു മൂവി ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, ഒരുപാട് സാധാരണ ജനങ്ങൾക്കൊന്നും അത്ര ഡൈജസ്റ്റ് ആയില്ല. പക്ഷെ ഒരു ഹെയ്റ്റ്, ഒരു വെറുപ്പ് കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പടത്തിന് ഈ പറയുന്ന പോലെ ബാഡ് റിവ്യൂസ് വരുമ്പോൾ എനിക്ക് അറിയില്ല, ഈ വളരെ മോശമായിട്ട് തന്നെ പറയണം. കാരണം അത്രയും വെറുപ്പ് തന്നെ, ഷാരിസ്ക പറഞ്ഞ പോലെ വെറുപ്പാണ് ആ ഒരു റിവ്യൂ വീഡിയോസിലൂടെ നമ്മൾ കേൾക്കുന്നത്. അത്തരത്തിൽ മോശം പറയാനുള്ളതാണോ ഈ സിനിമ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം മറ്റൊരാളുടെ അഭിപ്രായം നമ്മൾ ഒരിക്കലും കടമെടുക്കരുത്. നമ്മൾ തന്നെ സിനിമ പോയി കണ്ട് നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവണം. അഭിപ്രായം പറയുമ്പോഴും അതിൽ ഒരു തന്മയത്വം ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. മലയാള സിനിമയില് അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അത് ഒരുപാട് ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകിയിട്ടുള്ള നല്ലൊരു പ്രൊഡ്യൂസറാണ്.
പക്ഷെ പലപ്പോഴും താങ്കളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുള്ളതെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസിന്റെ പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയുക? കാരണം വെച്ചാൽ താങ്കൾ മലയാള സിനിമയെ വാഴ ശ്രമിക്കുന്ന മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിനെ അവസരങ്ങൾ നഷ്ടപ്പെടും, ഇത് ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല എന്നൊരു ഇതൊക്കെ വന്നായിരുന്നു. എന്താണ് പറയാനുള്ളത്? എനിക്ക് അല്ല, ഞാൻ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഇങ്ങനെ വണ്ടി റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുമ്പോൾ കാറ്റ് ഈ വശത്തേക്ക് വരും, നമ്മൾ മുഖത്തടിക്കും, ഇങ്ങനെ മുടികളെല്ലാം ഇങ്ങനെ ചെതറിപ്പോകും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുടിയൊക്കെ ചീവി നല്ല പക്കയായിട്ടായിരിക്കും ഇറങ്ങിയിരിക്കുന്നത്. കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ പല വശത്തേക്ക് പോകും. പിന്നെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടെ മുടി റെഡിയാക്കി വെക്കണമെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് പോകുമ്പോൾ പലതരം കാറ്റുകൾ വരും, നമ്മളത് ഫേസ് ചെയ്തുകൊണ്ടിട്ട് തന്നെ പോകണം. ഇവർ പ്രൂവ് ചെയ്യണം, മനസ്സിലായോ? നമ്മൾ ഓരോ സിനിമകളും റിസ്ക്കാണ്. ഇപ്പം ഈ സിനിമ ഇത്രയും കോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു. ഈ സിനിമ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സിനിമ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പല ആൾക്കാരും പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവൻ പറയുന്നു. ഇതിനെല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരവരുടെ ആ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനോ അവരുടെ അപ്പോഴത്തെ ഒരു ഫീലിങ്സിനോ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. നമുക്ക് അതിൻ്റെ അകത്ത് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നമില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ലൈസൻസ് ഇല്ലാത്തൊരു ഇതിലേക്ക് പൊയ്ക്കൊണ്ടിട്ടിരിക്കുകയാണ്. കാലം ഒരു മാറ്റം ഇതിന് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനും ഈ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സിനിമേനെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ്. സിനിമ മാത്രമാണ് നമ്മുടെ സ്വപ്നം. നമ്മളിപ്പോൾ 4-5 സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ 2 സിനിമ വിജയിക്കും, 3 സിനിമ പരാജയപ്പെടും. വീണ്ടും നമ്മളൊരു അവസാനം ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മജീഷ്യൻ അല്ലല്ലോ. മജീഷ്യന്മാരുടെ പോലും മജീഷ്യൻ പരിപാടികൾ എത്രയോ സ്ഥലത്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിലൊന്നും വലിയ കഥയില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പോയിക്കൊണ്ടിട്ടേ ഇരിക്കും, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിട്ടേ ഇരിക്കും. കഥ നിൽക്കത്തില്ല എന്ന് എൻ്റെ പൈസയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം വരെ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. അതെൻ്റെ ലക്ഷ്യമാണ്. അതിപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ ചോദിക്കുക, ഇപ്പോൾ അസോസിയേഷൻ മെമ്പർ ആയിട്ടൊന്നുമില്ല, പ്രൊഡ്യൂസർ എന്നല്ല വിളിച്ചിരിക്കും. ഇപ്പം ഓരോ മാസം പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഇത് കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ, ശരിക്കും പേടിയുണ്ടോ? എനിക്കൊരു പേടിയില്ലല്ലോ. എൻ്റെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് വരുമല്ലോ, എല്ലാവരുടെയും സിനിമകളിൽ വരുമല്ലോ. അതൊരു കൂട്ടായ തീരുമാനമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം കേരളത്തിൽ മാത്രം കണക്കുകളാണ് വെളിയിടുന്നത്. ഒരു പ്രൊഡ്യൂസറിന് പക്ഷേ ലാഭം ഉണ്ടാകുന്ന അല്ല. ഇങ്ങനെ ഒരു കണക്ക് പുറത്തു വിടുമ്പോൾ പുറത്തുനിന്ന് കുറെ പേര് അങ്ങനെ വാർത്തകൾ വന്നായിരുന്നു. പുറത്തുനിന്ന് സിനിമയിലേക്ക് ആഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവർ ഒരു ബാക്കൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രവണത മലയാള സിനിമ വളരുന്ന ആ ഒരു സ്റ്റേജിൽ തളർത്തുന്ന പോലെ. അല്ല, ഞാൻ ആക്ച്വലി പ്രിൻസാൻ ഫാമിലിയുടെ പ്രസ് മീറ്റിലാണ് ഇത്. പക്ഷെ ഇത് പറയേണ്ട ഒരു കാര്യമില്ല. എന്നാലും ഞാൻ പറയുന്നത് അത് ഒരു കോമൺ ആയിട്ട് കമ്മിറ്റിയുടെ തീരുമാനമാണ്. ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷററാണ്. എനിക്ക് ചിലപ്പം ഈ അഭിപ്രായത്തോട് ചിലപ്പോൾ ഒരു വിയോജിപ്പുള്ള ഒരാളായിരിക്കാം. പക്ഷെ എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റത്തില്ല. 21 പേരും സെലക്റ്റഡ് ആണ്. അപ്പൊ ആ 21 പേരിൽ നിന്നുള്ള കോമൺ ആയിട്ടുള്ള, അല്ലെ, ഒരു അമ്മ അസോസിയേഷൻ ആയിട്ടാണെങ്കിലും അവർക്കൊരു കോമൺ ആയിട്ടൊരു തീരുമാനമുള്ളൂ. എവിടെ ഏത് അസോസിയേഷൻ ആണെങ്കിലും പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു പക്ഷേ അത് ചിലപ്പോൾ കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി വരും മാസം പോലെ അത് ചിലപ്പോൾ നിർത്തിയേക്കാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ലിസ്റ്റിന് ഇങ്ങനെയാണല്ലോ, ഇനി നാളെ വേറൊരു അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് വരാനുള്ളത്. അപ്പം പറയും നിങ്ങളുടെ ഇടയിലുള്ള ലിസ്റ്റൻഷിപ്പിന് ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് എനിക്കിട്ട് പണി തന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ധ്യാനിട്ട് കൊടുക്കും. ബൈക്കിൽ പോകുമ്പോഴേ ഇടയ്ക്ക് പെട്രോൾ അടിക്കണം കേട്ടോ. കടയിൽ പോയിക്കൊണ്ട് മുടി ഇങ്ങനെ പോവല്ലേ ബൈക്കിൽ. താങ്ക് യു. നമ്മൾ അടുത്ത 2-3 ചോദ്യത്തില് വൈൻഡപ്പ് ചെയ്യുന്നതായിരുന്നു. ഓണസ്റ്റ്ലി ഈ പടത്തിന് എന്നോട് ഷാരിസ് ചേട്ടനാണെങ്കിലും യൂട്യൂബറാണെന്ന് പറയുമ്പോഴും എൻ്റെ അടുത്ത് റെഫറൻസ് ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മളൊരു പടം ചെയ്യുമ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളിനെ കാണിക്കുകയല്ലല്ലോ. ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. സോ എനിക്ക് പേഴ്സണലി ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റേതായ രീതിക്കാണ് ചെയ്തത്. ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിലില്ല.
എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങാൻ പോലും മര്യാദയ്ക്ക് അറിയില്ല. സിംപ്ലി ജസ്റ്റ് പുട്ടിങ് ദ വീഡിയോസ്, അത്രേ അറിയുള്ളൂ. അപ്പോൾ പേഴ്സണൽ